5 മിനിറ്റ് വൈകി വേഗം പ്രോഗ്രാം തുടങ്ങിയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള എസ് ജെ മോഹൻ ക്ഷണിക്കുന്നു. ബഹുമാന്യായ ഈ സെമിനാറിൻ്റെ അധ്യക്ഷ ജെ മേഴ്സിക്കുട്ടിയമ്മ, നമ്മുടെ ഇവരുടെയും ആദരണീയനും രാജ്യത്തെ ഏറ്റവും മികച്ച സാമ്പത്തികകാര്യ ശാസ്ത്രജ്ഞനും, രാജ്യത്ത് തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നിയോഗിച്ച 3 സാമ്പത്തികകാര്യ വിദഗ്ധന്മാരിൽ ഒരാളും ഗ്രന്ഥകർത്താവും എല്ലാമായിട്ടുള്ള അധ്യാപകനുമെല്ലാമായിട്ടുള്ള ബഹുമാന്യനായ സഖാവ് പ്രതാപ് നായിക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും ശരിയായ മാർഗനിർദ്ദേശത്തോടുകൂടി നയിക്കാൻ നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം മോഡറേറ്ററായി നമ്മൾ ക്ഷണിക്കുകയും കൃത്യമായി എത്തിച്ചേരുകയും ഈ ജില്ലയിലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ഡോക്ടർ ഹരിലാൽ പ്ലാനിംഗ് ബോർഡിൻ്റെ ഉൾപ്പെടെ ഉന്നതമായ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സുദീർഘമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ KN ഹരിലാലും, ബഹുമാന്യനായ ശ്രീ N ജയരാജ് സാറ് ചീഫ് വിപ്പാണ്, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന KSFയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള സൗ വരദരായൻ സാറ്, CPIഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് S സുദേവൻ, ഗുരുദാസ് ഉൾപ്പെടെ CPIയുടെ ജില്ലാ സെക്രട്ടറി സൗ PS സുവാൻ ഉൾപ്പെടെ ക്ഷണം സ്വീകരിച്ച് വേദിയിലും പുറത്തുമായി സന്നിധിയായിരിക്കുന്ന ബഹുമാന്യരെ സുഹൃത്തുക്കൾ, CPIഎമ്മിൻ്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുന്നതിൻ്റെ മുന്നോടിയായി ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ലാ സമ്മേളനങ്ങളെല്ലാം തന്നെ ഏതാനും ജില്ലാ സമ്മേളനങ്ങൾ ഒഴികെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം 30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്ത് വെച്ച് ചേരാൻ വേദി ഒരുങ്ങിയിരിക്കുകയാണ്. സമ്മേളനത്തിൽ ഭാവുകമാകാനും സമ്മേളനത്തോടൊപ്പം നിൽക്കാനുമായി CPIഎമ്മിനെ അനുകൂലിക്കുന്നവർ എന്ന് മാത്രമല്ല എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരുൾപ്പെടെ ഈ പ്രസ്ഥാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കും പ്രയോജനകരമാണ് എന്ന് കണ്ടുകൊണ്ട് എല്ലാവരും സമ്മേളനത്തെ നോക്കിക്കാണുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതാണ് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി നിരവധി അനുബന്ധ പരിപാടികൾ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താൻ കഴിയുന്ന രൂപത്തിൽ ജില്ലയിലെ നാനാ മേഖലകളിലും സംഘടിപ്പിച്ചു വരികയാണ്. അതിൽ ഒന്നാണ് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയുന്ന തരത്തിൽ സെമിനാറുകൾ നമ്മുടെ ജില്ലയിൽ 96 സെമിനാറുകളാണ് ജില്ലാ കേന്ദ്രത്തിലും ഏരിയ തലങ്ങളിലും ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലുമായി 96 സെമിനാറുകളാണ് വിവിധ സാർവദേശീയ, ദേശീയ, പ്രാദേശിക പ്രശ്നങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. അതിൻ്റെ തുടക്കം കുറിക്കുന്ന ദിനമാണെന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എന്തുകൊണ്ടും സർവാത്മന യോഗ്യനായിട്ടുള്ള, രാജ്യം ശ്രദ്ധിക്കപ്പെടുന്ന സാമ്പത്തികകാര്യ ശാസ്ത്രജ്ഞനും അദ്ദേഹം പഠിച്ചിട്ടുള്ള ശാസ്ത്ര സാങ്കേതികമായ ധനതത്വശാസ്ത്രത്തിലുൾപ്പെടെയുള്ള അറിവുകൾ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും പാവപ്പെട്ടവനുമായി സമർപ്പിക്കാൻ വേണ്ടി ദൃഢപ്രതിജ്ഞയെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രൊഫസർ പ്രഭാത് നായിക്കിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷ ഈ പരിപാടികളെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ മറ്റാരെക്കാളും വളരെ ആവേശത്തോടെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന യോഗ അധ്യക്ഷ സഖാവ് ജെ മേഴ്സിക്കുട്ടിയമ്മയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടിയുടെ മോഡറേറ്ററായി എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം ജില്ലയിലെ SFIയുടെ തന്നെ ഭാരവാഹിയായിട്ടൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് കുറേ കാലം പ്രവർത്തിച്ച അനുഭവങ്ങൾ മറ്റുമെല്ലാം ഉള്ള
അക്കാലത്തെ ഓർമ്മകളും അക്കാലത്ത് ഉയർത്തിപ്പിടിച്ച ലക്ഷ്യങ്ങളും ഒന്നും തന്നെ കെടാതെ അത് സംരക്ഷിച്ചുകൊണ്ട് തന്നെ പ്ലാനിംഗ് ബോർഡിലും എല്ലാം കാര്യക്ഷമമായ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കെ ഹരിലാൽ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിപ്പ് കൂടിയായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ എൻ ജയരാജിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. ബിനോയ് വിശ്വസാനെ രണ്ടാമത് പറഞ്ഞതായിട്ടാണ് ഞാൻ കൂട്ടി വന്നപ്പോഴേ കശുവണ്ടി കോർപ്പറേഷൻ്റെയും കശുവണ്ടിയുടെയും കാര്യം ചോദിച്ച് സൗഹൃദം പങ്കിട്ടുകൊണ്ട് മറന്നുപോയതാണ്, ക്ഷമിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നോ സഖാവ് കൊടിയേരിയും സഖാവ് കാനവും ചേർന്ന് ആ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തി ആ ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശങ്ങൾ നൽകി നയിച്ചിരുന്നത്, രണ്ടുപേരും നമ്മെ വിട്ടുപോയതിൻ്റെ വേദന നിലനിൽക്കുമ്പോൾ ആ ദൗത്യത്തിൽ പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ നേതാവ് സഖാവ് ബിനോയ് വിശ്വത്തെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വേദിക്ക് പുറത്തും അകത്തുമായി നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇത് സംബന്ധിക്കുന്നുണ്ട്. ഗുരുദാസ് അവരെ സ്വാഗതം ചെയ്യുന്നു, മേയറെ സ്വാഗതം ചെയ്യുന്നു. CPI ജില്ലാ സെക്രട്ടറി PS സുബാലി വേദിയിലേക്ക് കടന്നു വരണം, ഇരിപ്പുണ്ടായിരുന്നല്ലേ. ബാക്കി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. മാധ്യമപ്രവർത്തകരെ വിട്ടുപോയതല്ല, തുടക്കം മുതൽ തന്നെ അവർ എല്ലാം നല്ല നിലയിൽ പങ്ക് നിർവഹിക്കുന്ന മാധ്യമപ്രവർത്തകരെ കൂടി ഓർത്തുകൊണ്ട് സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി സെമിനാർ കോർഡിനേറ്ററും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനുമായ സഖാവ് KN ഹരിലാൽ സാറിനെ ക്ഷണിക്കുന്നു. സെമിനാർ മോഡറേറ്ററാണ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച സഹ ജയമോഹൻ, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന പ്രൊഫസർ പ്രഭാത് പട്നായിക്, ആദരണീയനായ സഹ ബിനോയ് വിശ്വം, ഡോക്ടർ ജയരാജ് MLA, ആദരണീയനായ സഹ വരദരാജൻ, ആദരണീയായ അധ്യക്ഷ സഹ മേഴ്സിക്കുട്ടിയമ്മ, സഹ സുബാൽ, യോഗത്തിന് കൃതജ്ഞത ആശംസിക്കുന്ന ഡോക്ടർ നിത്യ, സുഹൃത്തുക്കളെ, വളരെ പ്രഗത്ഭരായ പാനലിസ്റ്റുകൾ അടങ്ങിയ ഒരു ചർച്ചയാണ് ഈ വിഷയം സംബന്ധിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്വാഗത പ്രാസംഗികൻ നമ്മുടെ പാനലിസ്റ്റുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആണ് പ്രൊഫസർ പ്രഭാത് പട്നായിക് എന്നാണ് അദ്ദേഹം ഇവിടെ പ്രൊഫസർ പ്രഭാതിനെ വിശേഷിപ്പിച്ചത്. ഞാനൊരു ചെറിയ തിരുത്തു വരുത്തുകയാണ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ അഗ്രഗണ്യനായ, ലോകമാകെ ബഹുമാനിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ പ്രഭാത് പട്നായിക്. പ്രത്യേകിച്ചും ഹെറ്ററോഡോക്സ് എന്ന് നമ്മൾ പറയുന്ന, മുഖ്യധാരയിൽ നിന്നും മാറി നിന്ന് ലോക സാമ്പത്തിക രംഗത്തെ കാണുന്ന, ലോകത്താകെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ആദ്യത്തെ പേര് ഇപ്പോൾ പ്രഭാത് പട്നായിക്കിൻ്റെതാണ്. ലോകത്താകെ ഉള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ സർവകലാശാലകളൊക്കെ തന്നെ അദ്ദേഹത്തെ ഇപ്പോഴും ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പോകാൻ സമയമില്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. യൂറോപ്പിലും ജപ്പാനിലും USA-യിലുമൊക്കെ സർവകലാശാലകൾ അദ്ദേഹത്തെ, അതുപോലെ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതടക്കം
ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പാനൽ നമുക്ക് ഈ വിഷയത്തിൽ കിട്ടാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയങ്കരനായ ബിനോയ് വിശ്വം ഇവിടെയുണ്ട്. അദ്ദേഹം ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയവുമായ വശങ്ങളെക്കുറിച്ച് ഏറെ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ പ്രൊഫസർ ജയരാജുണ്ട്, ശ്രീ വരദരാജൻ, അങ്ങനെയുള്ള പാനലിസ്റ്റുകളുള്ള ഈ വേദി തീർച്ചയായും ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ അവർക്കും തീർച്ചയായിട്ടും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും. അതിനുകൂടി സമയം കണ്ടെത്തുന്ന രീതിയിൽ നമുക്ക് ഈ കോൺഫറൻസിൻ്റെ പ്രൊസീഡിങ്സിനെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ് കരുതുന്നത്. മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ കൂടുതൽ സംസാരിക്കണമെന്ന് യഥാർത്ഥത്തിൽ സംഘാടകർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവിടെ ഞാനടക്കം എല്ലാവരും ഈ പാനലിസ്റ്റുകളെ കേൾക്കാൻ വേണ്ടി തയ്യാറായി ഇരിക്കുകയാണ്. ഞാൻ പ്രൊഫസർ പട്നായിക്കിൻ്റെ പ്രഭാഷണം എത്ര കേട്ടാലും മതിവരാത്ത ഒരാളാണ്. അദ്ദേഹം ഓരോ തവണ സംസാരിക്കുമ്പോഴും ഏറ്റവും പുതിയ ചില ആശയങ്ങളെങ്കിലും മുന്നോട്ട് വെക്കാറുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ യഥാർത്ഥത്തിൽ പ്രൊഫസർ പട്നായിക്കിനൊരു ഓഡിയൻസ് ഉണ്ട്. എനിക്കറിയാം, എൻ്റെ പല സുഹൃത്തുക്കളും കോഴിക്കോടോ കണ്ണൂരോ അദ്ദേഹം സെമിനാറുകൾ വരുമ്പോൾ തിരുവനന്തപുരത്ത് യാത്ര ചെയ്ത് പ്രസംഗം കേൾക്കാൻ പോകുന്ന ആൾക്കാർ. ഞാൻ ആമുഖമായി 1-2-3 കാര്യങ്ങൾ മാത്രം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 10 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. നമ്മൾ സാധാരണ കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 2 അസന്തുലിതാവസ്ഥകളെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. മിക്കവാറും എല്ലാ ചർച്ചകളും ആ 2 ഡിസിക്വിലിബ്രിയം അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. അതിലൊന്ന് വെർട്ടിക്കലായിട്ടുള്ളൊരു ഇംബാലൻസാണ്. അതായത് നമ്മുടെ രാജ്യത്ത് നികുതി പിരിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണോ കേന്ദ്രത്തിനാണോ? നമുക്കറിയാം, നികുതി പിരിക്കാനുള്ള അധികാരത്തിൻ്റെ സിംഹഭാഗവും ഭരണഘടന നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിനാണ്. ഭരണഘടനാ ശില്പികൾ തന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒരു 65-70% നികുതികളും പിരിക്കുന്നത് കേന്ദ്രമാണ്. അത്രത്തോളം വരുമാനം കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ചെലവ് ഉത്തരവാദിത്തങ്ങൾ, ചെലവ് ചെയ്യാനുള്ള കടമയും ഉത്തരവാദിത്വവും പ്രധാനമായും സംസ്ഥാനങ്ങൾക്കാണ്. ഒരു 65-70% ചെലവും നടത്തേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കാണ്. അപ്പോൾ വരവവിടെ നികുതി പിരിക്കുന്നതിനുള്ള അധികാരം കേന്ദ്രത്തിൽ, ചെലവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്ക്. ഇത് ഭരണഘടനയിൽ ഇൻബിൽട്ടായിട്ടുള്ളൊരു ഇംബാലൻസാണ്. ഇന്ത്യയുടെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് ഇത്തരമൊരു ക്രമീകരണം വേണമെന്ന് ഭരണഘടനാ ശില്പികൾ തീരുമാനിച്ചു. മിക്കവാറും എല്ലാ ഫെഡറൽ രാജ്യങ്ങളിലും ഈ തരത്തിലുള്ള ഒരു ഡിസിക്വിലിബ്രിയം ഭരണഘടനയിൽ ഉൾച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇത് ഭരണഘടനാ ശില്പികൾ അറിയുന്നത് കൊണ്ടാണ് അവർ ഭരണഘടനയിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥ കൂടി എഴുതി ചേർത്തിട്ടുള്ളത്. ഫിനാൻസ് കമ്മീഷൻ്റെ ജോലി എന്താണ്? കേന്ദ്രത്തിൻ്റെ നികുതി വരുമാനത്തിൽ നിന്ന് അതാത് കാലത്തെ പ്രത്യേകത അനുസരിച്ച് ഒരു നല്ല പങ്ക് സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കണം. അങ്ങനെ വീതം വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം മുമ്പോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഫിനാൻസ് കമ്മീഷനുകൾ, മാറി മാറി വരുന്ന ഫിനാൻസ് കമ്മീഷനുകൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം പലപ്പോഴും സംസ്ഥാനങ്ങൾക്കെതിരാണ്. അത് കഴിഞ്ഞ
ഫിനാൻസ് കമ്മീഷൻ്റെ കാലത്താണ് ഏറ്റവും വഷളായത്, 15ാം ഫിനാൻസ് കമ്മീഷൻ്റെ കാലത്ത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം ഇവിടെ ഈ സെമിനാറിൽ എന്നേക്കാൾ എത്രയോ പ്രഗത്ഭമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാർ ഉണ്ട്. അതുകൊണ്ട് ആ ഫിനാൻസ് കമ്മീഷൻ്റെ ജോലി സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കാണാനുണ്ട്. ഫിനാൻസ് കമ്മീഷൻ പറയുന്നതൊന്ന്, കേന്ദ്രം നടപ്പിലാക്കുന്നത് വേറെ എന്നുള്ള ഒരു പ്രശ്നം കൂടി BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്നിട്ടുണ്ട്. ഫിനാൻസ് കമ്മീഷൻ പറയുന്നത് പോലെ ഒന്നുമല്ല കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഫിനാൻസ് കമ്മീഷൻ കേന്ദ്രത്തിൻ്റെ നികുതി സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കണമെന്ന് പറയുന്നു. 41% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്ന് 15ാം കമ്മീഷൻ പറഞ്ഞു. ഓ ശരി എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. പക്ഷേ നികുതി ഇളവ് കൊടുക്കുക, കോർപ്പറേറ്റ് നികുതി ഇളവ് കൊടുക്കുന്നു, കേന്ദ്രത്തിൻ്റെ നികുതി വരുമാനത്തിൽ കുറവ് വരുന്നു. 1. 2, വീതം വെക്കണ്ടാത്ത നികുതികൾ, വീതം വെക്കണ്ടാത്ത സെസ്സും സർചാർജിലേക്കും കേന്ദ്ര ഗവൺമെൻറ് പോകുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്നു, സംസ്ഥാനങ്ങൾക്കുള്ള വീതം കുറയും. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ ഡിസെക്വിലിബ്രിയം, അസന്തുലിതാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിതാണ്. ഒന്ന്, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ എങ്ങനെ പണം വീതം വെക്കണം, നികുതി വരുമാനം വീതം വെക്കണം എന്നുള്ളതാണ്. മൊത്തം നികുതി വരുമാനത്തിൻ്റെ എത്ര ശതമാനം കേന്ദ്രമെടുക്കാം, ബാക്കി എത്ര സംസ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള നികുതി തീരുമാനിച്ചു കഴിഞ്ഞാൽ, എത്ര പണമാണ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പണം, അതിന് ഡിവിസിബിൾ പൂൾ എന്ന് പറയും, അതെങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്കിടയിൽ വീതം വെക്കുക, അതിൻ്റെ മാനദണ്ഡം എന്താണ്? ആ മാനദണ്ഡം വരുമ്പോഴാണ് കേരളം ഓരോ തവണയും പിന്നിലായി പോകുന്നത്. കേരളത്തിനെതിരായിട്ടുള്ള അവഗണന തുടങ്ങിയത് ഇപ്പോഴല്ലല്ലോ, ഈ സർക്കാർ വന്നതിന് ശേഷമല്ല. 10ാം ഫിനാൻസ് കമ്മീഷൻ മുതൽ തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ ഷെയർ വെട്ടിക്കുറയുകയാണ്. അതിന് മാനദണ്ഡങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്, ജനസംഖ്യ, അതുപോലെ തന്നെ കേരളം വികസിച്ചതാണ്, കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലായതുകൊണ്ട് കേരളത്തിൻ്റെ വിഹിതം കുറയുന്നു. ജനസംഖ്യ കുറഞ്ഞു വരുന്നത് കൊണ്ട് വിഹിതം കുറയുന്നു. കേരളത്തിൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട്, കേരളം നന്നായി പ്രകടനം നടത്തുന്നത് കൊണ്ട് കേരളത്തിൻ്റെ വിഹിതം തുടർച്ചയായിട്ട് കുറയുന്നു. ഇനി ഒരു കമ്മീഷനും കൂടെ കുറച്ചാൽ 3.86 എന്നുള്ളത് 1.92 1% എന്നൊക്കെ പറഞ്ഞാൽ 10,000-15,000 കോടിയാണ് ഒരു വർഷം നഷ്ടം. അതിനിയും കുറഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി? കേരളം എന്തു ചെയ്യും? ഇനി കുറയാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ കുറഞ്ഞാലോ? എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അത് കേവലം ഇടതുപക്ഷത്തിൻ്റെയോ ഇടതുപക്ഷ പാർട്ടികളുടെയോ പ്രശ്നമല്ല, കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും പ്രശ്നമായി അത് മാറിയിരിക്കും. അതും അതിൻ്റെ ഗൗരവത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യണം. ഇത് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പൈസ മാത്രമല്ല, ലോക്കൽ ഗവൺമെൻറ്റ്സിന് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ പൈസ കൊടുക്കുന്നുണ്ട്. അതും തുടർച്ചയായി കേരളത്തിൻ്റെ ഷെയർ കുറയുക. ഇതിന് പുറകിൽ ഒരുപാട് അശാസ്ത്രീയതകളുണ്ട്. അതിലേക്കൊക്കെ ഈ ചർച്ച പോകും എന്നെനിക്കറിയാം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ 2 ഡിസെക്വിലിബ്രിയം അല്ലാതെ, അസന്തുലിതാവസ്ഥകളല്ലാതെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഈ സെൻട്രൽ സ്റ്റേറ്റ് ഫിസ്ക്കൽ റിലേഷൻസിൻ്റെ കാര്യത്തിലുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ സൈസ് എത്രയാണ്, സ്റ്റേറ്റിൻ്റെ മൊത്തത്തിലുള്ള സൈസ് എത്രയാണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യമാണ്. അതിൽ വളരെ രസകരമായ ഒരു സംഭവമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ OECD രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ, അവരെ നമ്മൾ മാർക്കറ്റ് എക്കണോമിക് കൺട്രീസ് എന്ന് പറയും. കമ്പോള മേധാവിത്വമുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുടെ ഭരണകൂടത്തിൻ്റെ വലിപ്പം എത്രയാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ച് അവരുടെ ഗവൺമെൻറ്റുകളുടെ എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ GDP, എക്സ്പെൻഡിച്ചറും അല്ലെങ്കിൽ വരുമാനവും ദേശീയ ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം
മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും 40, 45, 50%. അതായത് സമ്പദ്ഘടനയിലുള്ള വരുമാനത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ 50% ഈ മാർക്കറ്റ് എക്കണോമിക് കൺട്രീസിൽ ഗവൺമെൻറ് പിടിച്ചെടുക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ കമ്പോള രാജ്യങ്ങളിൽ സ്റ്റേറ്റ് വളരുകയും പ്രൈവറ്റ് സെക്ടറിനേക്കാളും വേഗത്തിൽ കഴിഞ്ഞ ഏകദേശം ഒരു സെഞ്ചുറിയിലെ ഒരു നൂറ്റാണ്ട് കാലത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ അവിടെ ഭരണകൂടം ഇങ്ങനെ വലുതായി വരുന്നു കാണാം. നമ്മളോ മൻമോഹൻ സിംഗ് എപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വലിപ്പം ഒരു 25-29% അവിടെ സ്റ്റാഗ്നേറ്റ് ചെയ്യുക, മുമ്പോട്ട് പോകുന്നില്ല. കാരണം സായിപ്പ് നമ്മളോട് പറഞ്ഞു തന്നു, ഭരണകൂടം ചെറുതാവുന്നതാണ് നല്ലത്, ഏറ്റവും ചെറിയ ഗവൺമെൻറ്റാണ് ഏറ്റവും നല്ല ഗവൺമെൻറ്. ഈ കോൺഗ്രസ്സുകാരൻ അതെല്ലാം പറഞ്ഞപടി വിശ്വസിച്ച്, യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരത് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നില്ല. നിയോ ലിബറൽ ട്രെയിനിങ് കിട്ടിയ മൻമോഹൻ സിംഗ് അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇപ്പോഴും നമ്മുടെ മൊത്തം ഭരണകൂടത്തിൻ്റെ, അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രവും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാലും ഒരു 30% താഴെയാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ വലിപ്പം. ഭരണകൂടത്തിൻ്റെ വലിപ്പം കുറയ്ക്കാൻ നമ്മുടെ യജമാനന്മാർ പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കും അതിനനുസരിച്ച് കുറയണം. ഇതാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥയിൽ. നിയോ ലിബറൽ യാഥാസ്ഥികത്വം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, ഭരണകൂടത്തിൻ്റെ സൈസ് കുറയ്ക്കുന്നു. കേന്ദ്രത്തിന് ഒരുപാട് കുറയ്ക്കാൻ കഴിയില്ല, കുറയ്ക്കാനുള്ള ഉത്തരവാദിത്വം മുഴുവൻ സംസ്ഥാനങ്ങളുടെ പെടലിക്ക് വെക്കുന്നു. അങ്ങനെ സംസ്ഥാനങ്ങളുടെ പെടലിക്ക് വെക്കുമ്പോൾ ഏറ്റവും വലിയ അടി കിട്ടുന്നത് തുടർച്ചയായി കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കാണ്. ഇത് വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. നമ്മുടെ നിലനിൽപ്പിൻ്റെ, സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും നിലനിൽപ്പിൻ്റെയും നമ്മുടെ വികസന പാതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെയും പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇവിടെ ഈ സെമിനാർ നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ സമ്മേളനത്തെയും അതുപോലെ തന്നെ ഈ സെമിനാറിനെയും കാണുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഇൻ്റർവെൻഷൻ അവസാനിപ്പിക്കുകയാണ്. സർവാദരണീയനായ പ്രൊഫസർ പ്രഭാത് പട്നായിക്കിനെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സർ. Good evening all. Before the inauguration function, I would like to give a brief details about Prabhat Patnaik sir. It is an immense honor and privilege to introduce a towering intellectual, a visionary economist and a committed thinker whose contributions have shaped contemporary economic and political discourse, Professor Prabhat Patnaik. Professor Patnaik is not just a scholar, he is an institution in himself, a distinguished economist and a such advocate for the underprivileged. His work has profoundly influenced economic thought, particularly in the area of political economy, Marxist economics and development studies. He has tirelessly analyzed the intersections of global capitalism, financial crisis and the economic struggles of developing nations, always championing the cause of social justice and economic equality. An alumnus of the University of Delhi, he pursued his higher studies at Oxford University, where he was a Rhodes Scholar. His academic journey led him to become a professor at the Center for Economic Studies and Planning at Jawaharlal Nehru University, where he inspired generations of students with his deep insights and critical perspectives. His writings, including The Value of Money and Accumulation and Stability Under Capitalism, have made a significant contribution to economic literature and policy debates worldwide. Beyond academia, Professor Patnaik has been
a public intellectual of great influence. His role as a vice chairman of the Kerala State Planning Board demonstrated his commitment to translating economic theories into policies that benefit the people. His fearless critique of neoliberalism and unwavering support for progressive economic policies make him one of the most respected voices in contemporary economics. It is a great honor for me to introduce Prabhat Patnaik, whose writings and lectures I have followed with deep respect and admiration. As a college teacher and an activist, my journey into serious reading was profoundly shaped by his insights, making this moment truly special and inspiring. Today, as we have the privilege of listening to him, let us open our minds to the depth of his knowledge and the clarity of his vision. Please join me to invite Professor Prabhat Patnaik, the eminent economist, an inspiring teacher, and a relentless advocate, to inaugurate the seminar. Sir, please. സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ പ്രഭാത് പട്നായിക് സാറിനെ ക്ഷണിക്കുന്നു. Comrades, it's a great honor for me that I have been asked to speak at this seminar to inaugurate it. A seminar which is being held in order to herald the CPIM's state conference. This conference is being held at a time which is very crucial for the country because we face the threat of neo-fascism. Before I say anything about center-state relations as such, I would like to point out that when we discuss center-state relations today, the context is different. The center-state relations that we discuss today is different in one sense from the center-state relations that we discussed, let us say, 20 years ago or 30 years ago. This difference in context arises from the fact that all over the world there is an emergence of a very strong right-wing movement. Everywhere in the world there is an upsurge of the right. This is not just the ordinary right that we are familiar with from the 1950s and 60s. This is in fact a fascistic right, a neo-fascist right, which is reminiscent of 1930s fascism. There are a number of common features, at least 6 common features between the current neo-fascist upsurge and the fascism of the 1930s. The first, of course, is extreme state repression. Now, this is something which all of us are familiar with, and this is something which people have been writing about. A student of my university, Umar Khalid, has been in jail for 4.5 years with no bail, no trial, not even a charge sheet being given to him. So you can imagine the kind of repression that can be let loose on anybody, whoever is a critic of the state, of the government, whoever is a critic who is an intellectual or an artist or, of course, political opponent. The second feature which you find today, not just in India, but in a number of countries, is the fact that this state repression is combined with the street attack by youth belonging to the fascist groups. I know again in my university, the ABVP goes around attacking students. Nothing happens to them. They go around attacking students. This is something which is reminiscent of the Balailas of Mussolini's time, which actually had the fascist youths going around attacking people. So state repression is combined with repression on the streets. The third feature, of course, is the targeting of a minority community. It's a minority community that can be either immigrants,
It can be a religious minority like in our country, or it can be an ethnic minority, but the targeting of a minority community and the invoking of hatred within the majority for this minority is another feature which again we find in many countries including ours. The fourth feature, of course, is a very close nexus between monopoly capital on the one hand and these fascist formations, fascist political formations on the other hand. The next feature, which is again very important, is that within monopoly capital, there is a particular segment of new monopoly capital consisting of the Adanis and so on, who actually are particularly close to the fascist groups. In Germany, it was a new group of monopoly capital which was more in producer goods industries, armaments and so on, as distinct from the old monopoly capital that was in textiles and consumer goods and so on, which was particularly close to the Nazi party. In Japan, there was a new Zaibatsu called the Shinko Zaibatsu, like Nissan and so on, who are particularly close to the military fascists compared to the old Zaibatsu, Mitsui and others. So, the next feature, which is that there is the cult of the leader. That basically power resides not with the people. Power emanates from the leader. And because power emanates from the leader, and the leader speaks in the name of a metaphysical concept of the people, not people as they really are, but a metaphysical concept of the people. So the cult of the leader is something which is common again to all these fascisms, including what you find today. These features are very similar to what you found in the 1930s. And what is more, they are really spread all over the world. There is Milei in Argentina, there is Trump in the United States, there is Modi in India, there is Erdogan in Turkey, there is Orban in Hungary, there is Meloni in Italy, there is, in some countries where they have not come to power, they're very close to power, like, for instance, Marine Le Pen in France, AfD in Germany. So all over the world, you actually have the emergence of fascism. And why this emergence? The fundamental reason is that there is a crisis of neoliberal capitalism. Neoliberal capitalism generates extreme inequality. It gives rise to a fantastic increase in inequality, and whenever that happens, basically there is, if you like, a redistribution of income from the poor to the rich. Because the poor consume a lot of their proportion of their income compared to the rich, any such redistribution gives rise to a reduction in consumption and therefore an overproduction crisis, which is what we witness today. Whenever there is a crisis, monopoly capital actually turns to support from neo-fascist or fascist groups. Fascist groups exist in all modern society, but usually in the fringes of society, in the fringes of the polity. They are, as it were, minor players. But on the other hand, in a period of crisis, when the hegemony of monopoly capital becomes threatened, monopoly capital makes common cause with all these fascist elements. It gives them support, financial support and media support, media controlled by monopoly capital, in order to bring them center stage. And why do they do that? Because they give rise to a change in discourse. The discourse is no longer about the crisis, about unemployment, about food price inflation, about malnutrition, but the discourse becomes about a temple.
that India's independence began when they inaugurated a temple. So the discourse then shifts completely from material facts of life to these kinds of things, where naturally the hegemony of monopoly capital is not challenged. And of course, any such division which divides the working people, divides the workers, divides the people generally, is a damper on the ability of the people to question the hegemony of monopoly capital. If they are divided, then they cannot. Therefore, you have, in a period of crisis, as Comrade Dimitrov had mentioned in the 7th Congress of the Comintern, you actually, in a period of crisis, you have the emergence of fascism and the emergence of a monopoly fascist alliance. Today, what you have is an emergence of a neoliberal, neo-fascist alliance, which in our country takes the form of a corporate Hindutva alliance. Now, this corporate Hindutva alliance is what actually has hegemony today in the polity. Now, this is where, as I was saying, the corporates, that means monopoly capital, is interested in centralization. Monopoly capital wants the resources to be centralized so that these centralized resources can then be placed at the disposal of monopoly capital. So monopoly capital is always in favor of centralization. At the same time, the Hindutva groups are also in favor of centralization, because they are, as I said, they promote the cult of the leader, and therefore, since power emanates from the leader, wisdom emanates from the leader must be given the maximum amount of respect, power, privilege, and therefore concentration of resources at his disposal. Therefore, the very nature of Hindutva fascism is actually to concentrate power in the hands of the leader. So monopoly capital wants centralization. The fascist groups, neo-fascist groups want centralization, because of which there is a tendency towards centralization today, which is really absolutely strong and striking. It is in this sense that I am saying that center-state relations today are not the same as center-state relations were, let us say, 30 years ago. It is no longer a fight about the center getting a bit more resources, states getting a bit less resources. It is really a fight for a complete centralization of power in the polity, reducing the states to the level of minor municipalities, with the center taking the major decisions. It is this which therefore today confronts us. Obviously, the most significant manifestation of this is in the realm of centralization of resources. I would not go into great details about centralization of resources, but to say that one phenomenon that has actually helped this centralization is the introduction of GST, goods and services tax, for the old sales tax. The Constitution had actually laid down the taxes which the center can levy, it had laid down the taxes which the state can levy, and the Constitution had found that actually the state taxes would not give as much revenue to the states as their responsibilities demanded. The states had various tasks to perform, the resources they get would not be enough, and therefore they set the stage for the formation of a finance commission, as Comrade Harilal was explaining, which would then adjudicate a part of the central revenue which accrues to the center would have to be distributed to the states. No, but the point is that where the states can raise taxes was clearly specified in the Constitution. And of course, the most significant of these taxes was the sales tax.
Almost 80% of the resources of states came from sales tax. Now a peculiar argument started being presented, which was a completely bogus argument, namely that unless you actually have a goods and services tax where the tax rate across all the states is exactly the same for every commodity, maybe the tax rates would differ from one group of commodities to another. But for any group of commodities, the same tax rate has to be levied across all the states. If that does not happen, if you don't have a uniform GST for every commodity, in that case, the national market does not get unified. Now, this was a completely bogus argument. The biggest capitalist country in the world, the United States, actually has different states levying different rates of taxes. Nobody is going to argue that the United States does not have a uniform market. Nobody is going to argue that the United States is not a state, is not a country where capitalism has not developed. And therefore, to use this argument about a uniform rate is something which was really a red herring. But this argument, which is part of the neoliberal thrust, this argument was presented, and of course it was assiduously promoted, because of which the sales tax was substituted by the GST. States wouldn't have agreed to this substitution. They agreed to it because of a promise which was made by the central government, namely that you are going to get compensation. We shall assume that your base period revenue would grow at 14%, and any shortfall in your revenue because of GST from this 14% growth is something which we are going to make good through a GST compensation for 5 years. It is that promise which persuaded many states that, okay, they are saying that, uniform taxation across for each commodity is something which is good, and what is more, we are going to get revenue for compensation for 5 years, so let's go ahead with it. Therefore, many states accepted it. But when they accepted it, it turned out that actually the compensation of 14% was never really fulfilled. Even now, the compensation that Kerala gets for GST this year is less than what it had got last year, let alone 14%. So the point is that you have a promise made, the promise was violated. But let's even forget about the violation of the promise. Let's just see what has been happening. If you take all the tax revenue of the states, particularly sales tax and also a few other taxes that were substituted by the GST, if you take the revenue from all those taxes in the pre-GST period, and you take the revenue from the GST that the states get along with the central compensation, GST compensation, the total revenue in the post-GST period, its rate of growth is lower for all states taken together than in the pre-GST period. What is more, obviously in the post-GST period, the GDP growth rate, the gross domestic product, gross state domestic product growth rate has slowed down. So you may say that, all right, GDP has slowed down, what can we do, etc. You take the percentage of revenue to GSDP in the post-GST period, and you take the percentage of revenue to GSDP in the pre-GST period, you find that there is a fall in the post-GST period, taking all states together. So, the point is that the GST has affected the states very badly. It has affected not only in terms of a loss of revenue, but it has affected also in terms of taking away their freedom to charge the rates that they would like to charge. If it is the case that a state finds itself in revenue difficulties, then that state earlier had the power to raise the tax
on particular goods. That power no longer exists. It now exists with a thing called the GST Council, where all states are represented and including the center represented, and unless there is a decision of the GST Council that Kerala can raise its GST rate on some commodity, the finance minister of Kerala will not be allowed to do that. It is this, the loss of power of the states, quite apart from the loss of revenue, which is really a very significant tinkering with the Indian constitution. It actually takes away the rights of states, and it does so in a manner which is really unwarranted. It is something which is based on an argument which lacks any basis. And that's as far as resources are concerned. But exactly the same is true also in terms of the realm of the polity. Earlier, the governors of states were actually people who were nominal titular heads. And therefore they went around inaugurating things, they went around being kind of figureheads, only if the government felt that the governor had some kind of a role. Otherwise the governors did not really have any role. Whenever an occasion arose where they had to go and give a speech, formal speech, they gave the point of view of the state government. Therefore, the state government would prepare their speech and they would deliver that speech. Now what has happened is the governors have really become powerful beings. They are nominees of the center. Typically, they are people belonging to the RSS or people who are pliant bureaucrats. Now, these people, or allies of the RSS, allies of the BJP, these people who are unelected, who are handpicked by the center to head various states as governors, are now asserting their rights and saying that no, in fact, decisions have to be taken in consultation with them. They are asserting a superiority over the elected governments of the states, which is actually diminishing the power of the state governments, the power of the state legislatures, and therefore the power of the people of the state. And therefore you find that the governors have started interfering, Tamil Nadu, Kerala, West Bengal, everywhere. The governors, particularly against opposition-ruled states, the governors have started interfering and thereby reducing the reach and the scope of the elected governments. And what is more, this has particularly become significant in the sphere of education, because the corporate Hindutva alliance is aware of the fact that criticism against its hegemony would really arise from centers of education. It's people who are sensitive to the situation, people who are educated, people who are critical, people who are thinkers are the ones who are going to say, what is all this you're doing? And therefore the whole idea is to destroy the independence of the educational institutions. And towards that end, the governors have been used to destroy the universities in various places. And now the UGC, University Grants Commission, which is also a central body, is being used to destroy universities. The UGC has come out with a set of guidelines, and those guidelines basically imply that once they are accepted, in every university in the country, including state universities, which are primarily funded by the state government, in every university in the country, it is the central government who is going to appoint the vice chancellor. Now, this basically implies that the center would be running all universities, including the state universities. Not only does it abridge the autonomy of the university system, not only does it abridge the power of the states, but what is more, it actually gives the center the power to decide basically what the nature of these universities is going to be, and thereby to prevent
these oases of critical thought, which is so worrying for them. And of course, also the UGC guidelines say that you can now have industrialists, you can have bureaucrats, pliant bureaucrats who can be vice chancellors of these various universities. So you have the corporate Hindutva attempt to take over centers of thought, to destroy any critical thought, and to destroy therefore any challenge to their hegemony by taking over the universities. Therefore, this is centralization of a kind which is really quite different from the centralization that was happening earlier, against which everybody had, on the left, had actually raised his or her voice. Now, this is, however, not just a centralization we should be worried about because of resources and so on. This centralization would destroy the unity of the country. A very well-known Marxist scholar, Professor Ramalindu Guha of Assam, had once written that everybody in India actually has a dual national consciousness, that everybody has a regional linguistic nationality consciousness of being a Tamil, of being a Keralite, of being an Odia, of being a Bengali, of being a Gujarati. That is one kind of consciousness that everybody has. But the other is a kind of pan-Indian consciousness. We feel happy if India does well. So there is a pan-Indian consciousness as well as a regional linguistic consciousness. Everybody has this dual national consciousness. Now, of course, then he had argued that if you push one of these at the expense of the other, then you would have disastrous consequences. He was, of course, talking about the Assam agitation of the 1980s, when Mrs. Indira Gandhi had tried to push the pan-Indian consciousness at the expense of the regional linguistic consciousness, the reaction to which was the Assam agitation. But that is something which is going to repeat itself. The more you have the pushing of the overarching, not even pan-Indian, overarching centralized Hindutva consciousness, the more you would find that there would be a revolt against it, and it will become very difficult for the country to stick together if this actually happens. Therefore, centralization has dangers inherent in it, and these people, the Hindutva crowd, is unaware of these dangers. The corporate Hindutva alliance is unaware of these dangers, but these are dangers that we have to keep in mind. And that is why what is happening today is really extremely serious, and the center-state relations is really a part of this effort to centralize. You had exactly the same effort to centralize in Hitler's Germany. You had exactly the same effort to centralize in Mussolini's Italy, where actually states, provinces had really been reduced to a very minor role, and the center had acquired an overarching role. This is the tendency of all fascism, and it is actually something which follows, as I said, from the fact that in fascism, power emanates from the leader, and therefore where the leader is, where the power should be, and that is why there is a centralization of power and hence resources in the location where the leader happens to be placed. And that is what is being repeated here, and that, as I said, has extremely dangerous consequences. We have to be aware of this, and we have to fight this, that the anti-neo-fascist struggle, the struggle against the corporate Hindutva alliance must be something that incorporates the struggle for states' rights, the struggle for the ability of the state governments to manage not only their affairs and resources, their power should not be diminished, but what is more,
also to make sure that they are not deprived of their right to have universities the way they want. University autonomy is actually guaranteed by the act which was, suppose you have Kerala University. Kerala University is set up by a legislation of the Kerala Assembly. Central universities like JNU, to which I belong, are set up by a legislation in the Parliament. Now, these legislations actually have priority. The University Grants Commission does not have any reason to interfere. It is not allowed any scope to interfere. It is something which is supposed to coordinate among various universities, supposed to provide finance to universities, supposed to provide that certain minimum standards are maintained, but the universities are governed by their statutes. The statutes of Kerala University are made available by the government of Kerala. And the government of Kerala does so because of a legislation of Kerala Assembly. The legislation empowers the government to do so. Therefore, what the UGC is doing is interfering in the constitutional rights of the states. What GST did was to interfere with the constitutional rights of the states. What the governors are doing is interfering in the constitutional rights of the state legislatures. Therefore, as I said, this centralization is one which is actually interfering in the constitutional rights of states, changing India from a federal polity to a centralized polity. And this, as I said, has to be resisted. Thank you very much. യഥാർത്ഥത്തിൽ പ്രൊഫസർ പ്രഭാത് പട്നായിക്കിൻ്റെ JNUവിലെ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും വിദ്യാർത്ഥികളും CDSലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയുള്ള സ്കോളേഴ്സ് പറയുന്ന ഒരു ഗൗരവമുള്ള തമാശയാണ്. യഥാർത്ഥത്തിൽ പ്രൊഫസർ പ്രഭാത് പട്നായിക്ക് ഒരു സെമിനാറിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് ട്രാൻസ്ക്രൈബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊരു പുസ്തകത്തിൻ്റെ ചാപ്റ്ററായിട്ട് നേരെ കൊടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ ജേണൽ ആർട്ടിക്കിളായിട്ട് റെഫറൻസോടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ജേണൽ ആർട്ടിക്കിളായിട്ട് മാറ്റാൻ കഴിയും. ആ തരത്തിലുള്ള പ്രസൻറ്റേഷൻസാണ് സാധാരണ അദ്ദേഹം നടത്തുക. അതുകൊണ്ട് ഈ പ്രസംഗത്തിൻ്റെ മുഴുവൻ സത്തയും ചുരുങ്ങിയ വാക്കുകളിൽ പറയുക എളുപ്പമല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ആവശ്യവും ഇവിടെയില്ല. സംഘാടകർ തന്നെ സൂചിപ്പിച്ചു, ഇവിടെ പങ്കെടുക്കുന്നവരിൽ മഹാഭൂരിപക്ഷം പേർക്കും അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം ഫോളോ ചെയ്യാൻ കഴിയുന്നവരാണ്. എങ്കിലും ഈ പ്രഭാഷണത്തിൻ്റെ ഒരു മെസ്സേജ് വളരെ ചുരുക്കി പറയാൻ സംഘാടകർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടങ്ങിയത് ലോകത്താകെ വലതുപക്ഷത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. രാഷ്ട്രീയത്തിൻ്റെ തലത്തിൽ, അധികാരത്തിൻ്റെ തലത്തിൽ വലതുപക്ഷത്തിൻ്റെ വളർച്ച ട്രംപിൻ്റെയും മറ്റും ഉദാഹരണം എടുത്തുകൊണ്ട്, പല രാജ്യങ്ങളിലും വളർന്നു വരുന്ന ഏകാധിപതികളുടെ ഉദാഹരണം എടുത്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പല പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ തെരുവുകളിൽ പോലും നിയോ ഫാസിസ്റ്റ് ആക്രമണങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് ലോകത്താകെ ഒരു പ്രവണതയായി വളർന്നു വരികയാണ്. പ്രത്യേകിച്ചും വംശീയമായ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, അതുപോലെ തന്നെ മൈഗ്രൻസിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ
ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ഈ തരത്തിലുള്ള ലോകത്താകെ നടക്കുന്ന ഈ പുതിയ പ്രവണതയുടെ അടിസ്ഥാനപരമായ കാരണം അത് നിയോ ലിബറലിസത്തിൻ്റെ തകർച്ചയാണ് എന്നുള്ളതാണ് അദ്ദേഹം വാദിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മുതലാളിത്തത്തിൻ്റെ തകർച്ച ഇതിനു മുമ്പും ഫാസിസത്തിൻ്റെ വളർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. 1930കളിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുതലാളിത്തം നേരിടുന്ന, നിയോ ലിബറലിസം നേരിടുന്ന സർവതോമുഖമായ പ്രതിസന്ധിയാണ് ഈ തരത്തിൽ ഏകാധിപതികളുടെ വളർച്ചയ്ക്ക്, ഏകാധിപത്യ പ്രവണതകളുടെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വംശീയമായ ആക്രമണങ്ങൾ, തെരുവിൽ പോലും നടക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഒക്കെ സംഭവിക്കാൻ കാരണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. നിയോ ലിബറലിസത്തിൻ്റെ ഫലമായി ലോകത്താകെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അസമത്വത്തിൻ്റെ വളരെ മൃഗീയമായ വളർച്ചയാണ്. എല്ലാ രാജ്യങ്ങളിലും അസമത്വം പെരുകുന്നു. സാധാരണക്കാർ, സാധുക്കൾ, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കൂടുതൽ കൂടുതൽ ദരിദ്രരാവുകയും വരുമാനത്തിൻ്റെയും സ്വത്തിൻ്റെയും അമിതമായ കേന്ദ്രീകരണം ലോകത്തെമ്പാടും സംഭവിക്കുകയും ചെയ്യുന്നു. അത് സാധാരണ ജനങ്ങൾക്ക് റഷീമിനെതിരായിട്ടുള്ള, ഭരണത്തിനെതിരായിട്ടുള്ള വികാരം വളരുന്നതിനുള്ള, അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ നിയോ ഫാസിസത്തിൻ്റെ വളർച്ച. ജനകീയമായ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ആകെ ശ്രദ്ധ വംശീയ പ്രശ്നങ്ങളിലേക്ക്, ഫാസിസ്റ്റ് ആശയങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്ന പ്രവണത എല്ലാ സ്ഥലത്തും വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട്, ഈ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വേണം ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലുള്ള കേന്ദ്രീകരണത്തെയും കാണേണ്ടത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് അധികാരം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക്, നേതാവിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള പുതിയ പ്രവണത ലോകത്ത് ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ അമിതമായ കേന്ദ്രീകരണവും നടക്കുന്നത്. അദ്ദേഹം GSTയുടെ ഉദാഹരണമെടുത്ത് അത് കുറച്ച് വിശദീകരിക്കുകയുണ്ടായി. GST എന്ന് പറയുന്നത് ഒരു രാജ്യത്തുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എല്ലാം ഏകീകരിക്കുന്ന ഒരു നികുതി സമ്പ്രദായമാണ്. ആ നികുതി സമ്പ്രദായം ഇല്ലെങ്കിൽ രാജ്യത്ത്, ഒറ്റപ്പിണിയായ രാജ്യത്തെ മാറ്റാൻ കഴിയില്ല. ഒരു കമ്പോളമായി രാജ്യത്തെ മാറ്റാൻ കഴിയില്ല. ഇന്ത്യക്ക് ഒരു കമ്പോളം എന്നുള്ള വാദഗതി ഉയർത്തിക്കൊണ്ടാണ് GST സമ്പ്രദായം സംസ്ഥാനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചത് ഇന്ത്യയിൽ. എന്നാൽ അമേരിക്ക പോലുള്ള പല വികസിത രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ഏകീകൃത ചരക്ക് സേവന നികുതിയില്ല. അവിടെ പ്രദേശങ്ങൾക്ക്, സംസ്ഥാനങ്ങൾക്ക്, പ്രവിശ്യകൾക്ക് വ്യത്യസ്തമായ സെയിൽ ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് വെക്കുന്നതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇവിടെ GST നടപ്പിലാക്കിയതോടുകൂടി ഒന്ന്, നികുതി വെക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അധികാരവും സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. സംസ്ഥാനങ്ങളുടെ ജനാധിപത്യ അവകാശം, സ്വാതന്ത്ര്യം ആ രീതിയിൽ കവർന്നെടുക്കുകയാണ് ചെയ്തത്. ഇന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയെ സഹായിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ടോ നികുതി ഏർപ്പെടുത്താൻ, ഒരു ഇൻസെൻറ്റീവും ഡിസെൻസെൻറ്റീവും ഒന്നും ഏർപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ സംസ്ഥാനങ്ങളുടെ അധികാരം GST വഴി ചുരുക്കപ്പെട്ടു. ഒന്നത്. രണ്ട്, GST സംസ്ഥാനങ്ങൾ സ്വീകരിക്കാതെ വന്നപ്പോൾ സംസ്ഥാനങ്ങളോട് കൊടുത്തിരുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് 14% നികുതി വർധന ഞങ്ങൾ ഉറപ്പാക്കുന്നു, അതല്ലെങ്കിൽ GST കോമ്പൻസേഷൻ തരും. പക്ഷേ GST കോമ്പൻസേഷൻ നിലച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഇന്നിപ്പോൾ മിക്കവാറും GST നിരക്ക് വളർച്ച, മിക്കവാറും സംസ്ഥാനങ്ങളുടെ നികുതി വളർച്ച പഴയ കാലത്തതിനേക്കാളും കുറവാണ്. ഇത് കേരളത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അധികാരത്തിൻ്റെ കേന്ദ്രീകരണത്തിൻ്റെ ഒരു വശമാണ്. മറ്റ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ വിശദാംശങ്ങളെല്ലാം എടുത്താലും ഈ തരത്തിലുള്ള കേന്ദ്രീകരണം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ വിശദമായി എടുത്തുകൊണ്ട് അവിടെയും എങ്ങനെയാണ് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചു. നമ്മുടെ
സർവകലാശാലകളുടെ മുകളിൽ ഗവർണർക്ക് ഒരു തരത്തിലുമുള്ള അധികാരമില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരുകൾക്കാണ് അധികാരം. പക്ഷേ ജനാധിപത്യത്തിൻ്റെ മുകളിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരുകൾക്ക് മുകളിൽ ഗവർണർമാർ അധികാരം സ്ഥാപിക്കുന്നു. മിക്കവാറും പല സംസ്ഥാനങ്ങളിലും ഇത് സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് അധികാരത്തിൻ്റെ കേന്ദ്രീകരണത്തിൻ്റെ മറ്റൊരു വശമാണ്. കാരണം ഇത് വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാവ്യവൽക്കരണം, ഫാസിസ്റ്റ്വൽക്കരണം യഥാർത്ഥത്തിൽ മുഴുവനായിട്ടുള്ള മേധാവിത്വത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. ഇതെല്ലാം തന്നെ നിയോ ലിബറലിസത്തിൻ്റെ, ക്യാപിറ്റലിസത്തിൻ്റെ തകർച്ചയുടെ പുതിയ ഫേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ആ വെല്ലുവിളിയെ നേരിടുന്നതിനുള്ള മാർഗങ്ങൾ ആലോചിച്ചേ മതിയാവൂ. അതാണ് ജനകീയ പ്രസ്ഥാനങ്ങൾ ലോകമാകെ ഇന്ന് നേരിടുന്ന വെല്ലുവിളി എന്നുള്ളതാണ്. പിന്നെ എന്താ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഒരു ചുരുക്കലല്ല, പെട്ടെന്ന് എഴുതിയെടുത്ത പോയിൻ്റുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇവിടെ കേട്ടവർക്ക് പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ ഇൻ്റർപ്രിട്ടേഷനിലുണ്ടാവും. പ്രൊഫസർ പ്രഭാത് തന്നെ ഇത് ഒരുപക്ഷെ അടുത്ത PDയിലോ മറ്റ് സ്ഥലത്തോ തീർച്ചയായിട്ടും എഴുതുന്നുണ്ടാവും. അതുകൂടി വായിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോവുക. അടുത്തതായി മുഖ്യപ്രഭാഷണമാണ്. അതിനായി CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം സാറിനെ ക്ഷണിക്കുന്നു. സഖാക്കളെ, 2 തിരുത്ത്. ഒന്ന്, ഞാൻ സാറല്ല, സെക്രട്ടറി അല്ല, CPI സെക്രട്ടറിയാണ്. പ്രഭാത് പട്നായക്കിൻ്റെ ഈ ഉദ്ഘാടന പ്രഭാഷണം നമ്മുടെ എല്ലാവരുടെയും ശീലിച്ച സംവേദന രീതികളെ അല്പമൊന്ന് പിടിച്ചുലച്ച് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയുള്ള ചർച്ചകളിലൊക്കെ നമ്മളെല്ലാം ശീലിച്ചൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൽ നാം പറയുന്ന പതിവുള്ള കാര്യങ്ങളും നാം പരാമർശിക്കുന്ന സർക്കാരിയ കമ്മീഷനും അതേപ്പറ്റിയല്ല പ്രഭാത് ഊന്നിയത്. പ്രഭാത് ഊന്നിയത് പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ, സൈദ്ധാന്തിക, സാമ്പത്തിക സമസ്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ ശ്രദ്ധയിൽ ഇന്നും നാളെയും പതിയാണ് ചില ഗഹനമായ കാര്യങ്ങളെപ്പറ്റിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ അറ്റിലാൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളോ മനസ്സിലാക്കലോ ഉണ്ടായിക്കാണാം ആർക്കെങ്കിലുമല്ല. പക്ഷെ ഇങ്ങനെയാണ് ഞാനതിനെ മനസ്സിലാക്കിയത്. എത്രയോ വർഷങ്ങളായി പ്രഭാത് പട്നായക്കിനെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. ഇടതുപക്ഷം പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടുന്ന കാലത്ത് പലപ്പോഴും അത്തരം ചോദ്യങ്ങൾക്ക് സാമ്പത്തിക മാനം ഏറെയുള്ള ഈ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും ദാർശനികമായ വെളിച്ചത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അത്തരം ഉത്തരം ചൂണ്ടിക്കാണിക്കാൻ കെൽപ്പുള്ള, ആശ്രയിക്കാവുന്ന ഒരു മാർക്സിസ്റ്റ് മനഃശാസ്ത്രജ്ഞൻ എന്നാണ് ഞാൻ പ്രഭാതിനെ മനസ്സിലാക്കുന്നത്. പ്രഭാതവുമായി സംസാരിക്കാൻ ഇടം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ പറഞ്ഞത് കൂടുതലും സംശയങ്ങളെ പറ്റിയാണ്. സംശയങ്ങൾ ഉത്തരങ്ങൾക്കുള്ള ആമുഖമാണെന്നാണ് എൻ്റെ വിശ്വാസം. സംശയങ്ങളൊന്നുമില്ലാത്തവർ അന്വേഷണം പുനടിച്ചവരാണ്. തീർച്ചയായും പലതിനെപ്പറ്റി സംശയങ്ങൾ വേണം. ആ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന വളരെ ആഴമേറിയ പ്രഭാഷണമാണ്. ചട്ടപ്പടിയുള്ള ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചുകൊണ്ട് സഖാവ് പ്രഭാത് പട്നായിക്
ഇവിടെ അവതരിപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ചിന്തകളെ മാർച്ചിലേക്ക് പറഞ്ഞയച്ചു. മാനിഫെസ്റ്റോയിലേക്ക് എൻ്റെ ഓർമ്മ തിരിച്ചെത്തി. മാനിഫെസ്റ്റോ പഴയതായി പോയി എന്നും കമ്മ്യൂണിസം പഴഞ്ചനായി എന്നും ഇനിയിപ്പോൾ കമ്പോളങ്ങളെല്ലാം തീരുമാനിക്കുമെന്നും അതാണ് വഴികാട്ടിയെന്നുമെല്ലാം പറയുന്ന നിയോ ലിബറൽ കാലത്തിൻ്റെ മുറവിളികൾ, ആക്രോശങ്ങൾ നാം കേൾക്കാറുണ്ട്. പക്ഷേ എത്രമാത്രം അടിസ്ഥാനമില്ലാത്തവയാണെന്ന് ജീവിതം പലപ്പോഴും തെളിയിക്കുന്നുമുണ്ട്. അവിടെയാണ് ഞാൻ മാർക്സിനെ തേടിയത്. മാനിഫെസ്റ്റോ പറയുന്നുണ്ട് ബൂർഷ്വാസിയെപ്പറ്റി. ഇന്നത്തെ ബൂർഷ്വാസിയല്ല, നിയോ ലിബറൽ കാലത്തെ ബൂർഷ്വാസിയല്ല, ഇന്ത്യയിൽ ഹിന്ദുത്വവുമായി കൈകോർത്ത് പിടിക്കുന്ന പുതിയ കോർപ്പറേറ്റ് ബൂർഷ്വാസിയല്ല, അവയ്ക്കെല്ലാം മുമ്പുള്ള ബൂർഷ്വാസി. ലോകത്ത് മുതലാളിത്തത്തിൻ്റെ ശക്തികൾ പിച്ചവയ്ക്കുന്ന കാലത്ത് അന്നാണ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയത്. അന്ന് പക്ഷേ മാർക്സിനും എംഗൽസിനും പറയാൻ കഴിഞ്ഞു എന്താണ് ബൂർഷ്വാസിയുടെ ലക്ഷ്യം, താല്പര്യമെന്ന്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ബൂർഷ്വാസിക്ക് എല്ലാത്തിനെയും തങ്ങളുടെ കൂലി വേലക്കാരാക്കണം, എല്ലാത്തിനെയും. ആർക്കും വായിക്കാം മാനിഫെസ്റ്റോയിൽ. അക്കമിട്ട് മാനിഫെസ്റ്റോ പറയുകയാണ്: ഭിഷഗ്വരനെ, ശാസ്ത്രജ്ഞനെ, ന്യായാധിപരെ, എഴുത്തുകാരനെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, പുരോഹിതനെ. അന്നോളം മനുഷ്യൻ ആദരവോടെ കണ്ട എല്ലാവരെയും ബൂർഷ്വാസി കൂലിവേലക്കാരാക്കുന്നു. ആദരവോടെ എല്ലാവരെയും കണ്ട എല്ലാ തൊഴിലുകളുടെയും കാൽക്കീഴിൽ നിന്ന് മഹത്വത്തിൻ്റെ ആ രത്നകമ്പളം ബൂർഷ്വാസി വലിച്ചു മാറ്റി. ഇവിടെയാണ് ഞാൻ ഹിന്ദുത്വ കോർപ്പറേറ്റ് അലയൻസിനെ പറ്റിയുള്ള പ്രഭാതിൻ്റെ നിരീക്ഷണങ്ങളെ കാണാൻ ശ്രമിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം ലാഭമാണ്, ഒരിക്കലും ഒടുങ്ങാത്ത ലാഭം. ആ ലാഭാർത്ഥിയിൽ ഇന്ത്യയിൽ നാം കാണുന്ന ഈ കോർപ്പറേറ്റ് ഹിന്ദുത്വ സഖ്യത്തിൻ്റെ അടിയിൽ ആ ദർശനം കാണാം. മതത്തെ, പുരോഹിതനെ, വിശ്വാസങ്ങളെ എല്ലാം ബൂർഷ്വാസി സ്വന്തം ലാഭക്കൊതിയുടെയും ആർത്തിയുടെയും ഉപാധിയാക്കി പറ്റുന്ന കാഴ്ചയാണ് നാം ഇന്ത്യയിൽ കാണുന്നത്. അവർക്ക് ലക്ഷ്യം അന്നും ഇന്നും ഒന്നാണ്: അനുസ്യൂതം വികസിക്കുന്ന കമ്പോളത്തിൻ്റെ ആവശ്യകതയാണ് ബൂർഷ്വാസിയെ ഭൂമണ്ഡലം മുഴുവനും പരക്കം പായിപ്പിക്കുന്നത്. അന്നും അതെ, ഇന്നും അതെ. ആ പരക്കം പാച്ചിലിൽ ലോകത്തെല്ലാം ബൂർഷ്വാസി അവർക്കിഷ്ടപ്പെട്ട ഭരണാധികാരികളെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ ട്രംപ് മുതൽ ഇവിടുത്തെ മോദി മുതൽ നെതന്യാഹു മുതൽ ലോകഭാഗം നോക്കിയാൽ ഈ വലതുപക്ഷ തള്ളിക്കയറ്റം നാം കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം പുറകിൽ ഈ ചങ്ങാത്തമാണ്. മതവും വിശ്വാസവുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള ഈ ചങ്ങാത്തം. യാതൊരു മടിയും കൂടാതെ ബുഷ് രണ്ട് കൈയിലും ബൈബിൾ പിടിച്ചു. എപ്പോഴും മോദി ദൈവത്തെപ്പറ്റി പറയുന്നു, ക്ഷേത്രങ്ങളെപ്പറ്റി പറയുന്നു. നെതന്യാഹു ജൂത മതത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ വിശ്വാസങ്ങളെപ്പറ്റി പറയുന്നു. ഇവിടെയും എവിടെയും എല്ലാ സ്ഥലങ്ങളിലും അവരുടെ പിറകിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ചുട്ടുപിടിക്കാൻ നിൽക്കുന്നു. അമേരിക്കയിൽ ട്രംപിൻ്റെ വഴികാട്ടി ആരാണ്? ഇലോൺ മസ്കാണ്. ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് പ്രഭുവാണെന്ന് എല്ലാവരും പറയുന്ന ഇലോൺ മസ്കാണ് ട്രംപിൻ്റെ ഭരണത്തിൻ്റെ വഴി കാണിക്കുന്ന ഉപദേഷ്ടാവായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇത് ഇസ്രയേലിലും കാണാം. ഇന്ത്യയിൽ ആ റോൾ അദാനിക്കായിരിക്കും. ഈ ചങ്ങാത്തം എല്ലായിടത്തുമുണ്ട്. ആ ചങ്ങാത്തത്തിന് ഫലമായിട്ടാണ് ഈ പറയുന്ന ഓവർ സെൻട്രലൈസേഷൻ, അമിതമായ കേന്ദ്രീകരണം ഉണ്ടാകുന്നത്. ഈ കേന്ദ്രീകരണം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ പറ്റി സങ്കല്പങ്ങളെയെല്ലാം തകിടം മറിക്കുകയാണ്.
ഇന്ത്യയിൽ ഉണ്ടാകേണ്ട ഭരണത്തെപ്പറ്റി ചർച്ച ഇപ്പോൾ ആരംഭിച്ചതല്ല. വാസ്തവത്തിൽ ബ്രിട്ടീഷ് വാഴ്ചക്കാലത്ത് തന്നെ ഈ ചർച്ച ആരംഭിച്ചതാണ്. അതിൻ്റെ ചർച്ച ആരംഭിച്ചത് 1908 മിൻഡോ മോർലി റിഫോംസിലാണ് അത് ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഭരിക്കുകയാണ്. 1929 മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് വന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടായി. അവിടെയെല്ലാം ബ്രിട്ടീഷുകാർ പോലും പറഞ്ഞത് അധികാരത്തിൻ്റെ പങ്കുവെക്കലിനെ പറ്റിയാണ്. പ്രോവിൻസുകളൊന്നും സ്റ്റേറ്റ് ആയിട്ടില്ല. പ്രോവിൻസുകളും കേന്ദ്രവും തമ്മിലുള്ള അധികാര ഷെയറിങ്ങിൻ്റെ കാര്യമായിരുന്നു ഇവയെല്ലാം ചെറുതായി പറഞ്ഞത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയോട് സ്നേഹമുണ്ടായത് കൊണ്ടല്ല, അവർക്ക് പോലും അറിയാം ഈ നാടിൻ്റെ വൈവിധ്യം എന്താണ്. ഇത്രയും വിശാലമായൊരു നാടിനെ ഭരിക്കുമ്പോൾ സമസ്താധികാരങ്ങളും ഒരിടത്ത് മാത്രം കേന്ദ്രീകരിച്ചാൽ ശരിയാകില്ല. അതുകൊണ്ട് ഒരു ചെറിയ അളവിലെങ്കിലും അധികാരങ്ങൾ താഴേക്ക് പങ്കിടാൻ വേണ്ടിയുള്ള കൊളോണിയൽ യജമാനന്മാർക്ക് പോലും ബോധ്യമുള്ള താല്പര്യങ്ങളാണ് ഈ പറയുന്ന എല്ലാ റിഫോംസിനകത്തും. പ്രൊവിൻഷ്യൽ ചുമതലകളെപ്പറ്റിയും സ്റ്റേറ്റ് കേന്ദ്രത്തിൻ്റെ അധികാരികളെപ്പറ്റിയും കൺകറൻ്റായിട്ടുള്ള ലിസ്റ്റിനെ പറ്റിയും പറയാൻ പ്രേരിപ്പിച്ചത്. അതാണ് പിന്നീട് നാം സ്വതന്ത്ര രാജ്യമായപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റുമായിട്ട് മാറിയത്. അവയ്ക്കെന്ത് പറ്റി? ഇന്ത്യയിൽ അവിടെയാണ് ചോദ്യം പ്രസക്തമാകുന്നത്. അധികാരങ്ങളെല്ലാം പങ്കിടുന്നുണ്ട്, പക്ഷേ അധികാരങ്ങൾ പങ്കിടണമെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സ് വേണ്ടേ, സാമ്പത്തിക അധികാരം വേണ്ടേ? അവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നീചമായ ഈ പറയുന്ന ഓൾ പവേഴ്സ് ടു ദ സെൻറ്റർ എന്ന് പറയുന്ന താല്പര്യം കാണുന്നത്. അത് ചുരുങ്ങി മുതലാളിത്തം വികസിച്ചപ്പോൾ ഈ പറയുന്ന കോർപ്പറേറ്റ് കൊള്ളക്കാർ എല്ലാത്തിൻ്റെയും മേൽ പിടിമുറുക്കിയപ്പോൾ അത് വന്നിട്ട് ഒരാളിലേക്ക് എല്ലാ അധികാരവും കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം അതിവേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത സാമ്പത്തിക അധികാരങ്ങളും രാഷ്ട്രീയ അധികാരങ്ങളും തങ്ങൾക്ക് വേണമെന്ന് പറയുന്ന ഈ നീക്കം കാണുമ്പോൾ ആ പഴയ കവിത ഓർത്തുപോവുകയാണ്. എൻ്റെ കോഴിയെ നിങ്ങൾ എടുത്തുകൊള്ളൂ, പക്ഷേ കൊക്കും വാലും എനിക്ക് വേണം. അതാണ് പഴയ കവിതയാണത്. ഇവിടെ അതാണ് അധികാരം പങ്കിടാം. സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റുണ്ട്, സെൻട്രൽ ലിസ്റ്റ് വേറെയുമുണ്ട്. സോ യു ഹാവ് പവേഴ്സ്, അധികാരം നിങ്ങൾക്കുണ്ട്, പക്ഷേ കൊക്കും വാലും എനിക്ക് വേണം. അതെല്ലാം വർത്തമാനം മാത്രമാണ്. എവിടെയാണ് സാമ്പത്തിക വിനിമയത്തിൻ്റെയും തീരുമാനത്തിൻ്റെയും അവസാനത്തെ കടിഞ്ഞാൺ? ആ കടിഞ്ഞാൺ എന്നും അവിടെയായിരുന്നു. അതിപ്പോൾ കൂടുതലായി അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഇന്ത്യയിലൊരു ഗവർണർ പദവി? എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെപ്പോലൊരു രാഷ്ട്രത്തിന് വൈവിധ്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഭരണഘടനയ്ക്ക് ഈ പറയുന്ന ഗവർണർ പദവി അനാവശ്യമാണ്. ആ പദവി എടുത്തു കളയേണ്ട ആഡംബരമാണ്. ഇന്നത് ആഡംബരം മാത്രമല്ല, അടുത്ത കാലത്തായി ഗവർണർമാർ സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര നീക്കത്തിൻ്റെ ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്ഭവനുകൾ എല്ലാ സ്ഥലങ്ങളിലും BJPയുടെ ക്യാമ്പ് ഓഫീസായി മാറുകയാണ്. ഗവർണർമാർ എത്രമാത്രം നീചമായി BJP രാഷ്ട്രീയത്തിൻ്റെ ദല്ലാൾപ്പണി ചെയ്യുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മുൻ ഗവർണർ പോയി, പുതിയ ആൾ വന്നു, നാം കാത്തിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യയുടെ ആത്മാവ് സനാതനധർമ്മമാണെന്ന് ഇന്നലെ പ്രസംഗിച്ചിരിക്കുകയാണ് അദ്ദേഹം. വിശ്വാസം അങ്ങനെയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ. അവിടെ നിന്ന് വേറെ എന്തൊക്കെ പറയും, എന്തൊക്കെ ചെയ്യും എന്ന് നാം കാണാൻ കാത്തിരിക്കുന്നു. പ്രഭാത് ഇവിടെ UGCയെ പറ്റി പറഞ്ഞു. UGC യൂണിവേഴ്സിറ്റിയുടെ അധികാരമായ ഓട്ടോണമിയെ തകിടം മറിക്കുന്ന ഒരു വാളായി മാറാൻ പാടില്ല. സംസ്ഥാനങ്ങളുടെ ഗവൺമെൻറ് നിയമസഭകൾ പാസാക്കിയ നിയമപ്രകാരം രൂപീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ എല്ലാത്തിൻ്റെയും അധികാരങ്ങളെല്ലാം തട്ടിപ്പറിക്കാൻ വേണ്ടിയുള്ള ഒരു കൊള്ളക്കാരനായി UGC മാറാൻ പാടില്ല. UGC അക്കാദമിക്കായ
അഡ്മിനിസ്ട്രേറ്റീവായ എല്ലാ കാര്യങ്ങളിലും കൈവച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാധികാരത്തെ ഒരു തമാശയാക്കി മാറ്റാൻ പാടില്ല. കഴിഞ്ഞ ഗവർണർ ചെയ്ത പണി ആ പണിയാണ്. ആ പണിയായിരിക്കുമോ ഇപ്പോഴത്തെ പുതിയ ആൾ ചെയ്യാൻ പോകുക എന്ന് നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമരം വീണ്ടും തുടരേണ്ടി വരും. എന്തായാലും ഇന്ത്യയിലെ ജനാധിപത്യ ബോധം, ഇടതുപക്ഷ രാഷ്ട്രീയം ഗൗരവമായി ചിന്തിക്കണം. ഗവർണർ പദവി ആവശ്യമാണോ അല്ലയോ? ദ ഓഫീസ് ഓഫ് ദ ഗവർണർ നീഡ് ടു ബി അബോളിഷ്ഡ് എന്ന് പറയുന്ന പാർട്ടിയാണ് CPI. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്ക് ഗവർണർ പദവി ആവശ്യമില്ല. വൈസ്രോയിമാരുടെ പ്രേതങ്ങളാണ് പലപ്പോഴും, പ്രേതങ്ങൾ ബാധിച്ചവരാണ് പലപ്പോഴും ഇതുപോലെ ഗവർണേഴ്സായി മാറുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻമാരാകുമ്പോൾ ആ പ്രേതബാധ എത്രമാത്രം പരിഹാസ്യമായി മാറുന്നുവെന്ന് നമ്മൾ കണ്ടറിഞ്ഞവരാണ്. ഇതെല്ലാം ചിന്താവിഷയങ്ങളാണ്. ഇവിടെയാണ് പങ്കുവയ്പ്പിൻ്റെ കാര്യം വരുന്നത്. GST വന്നപ്പോൾ പറഞ്ഞതെന്താ? എടുത്തുകൊണ്ട് പോകുന്നു ഞങ്ങൾ, പക്ഷേ നിങ്ങൾക്ക് തരും പകുതി. ആ പകുതി ഇപ്പോൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റിലെ കാഴ്ച എന്താണ്? കഴിഞ്ഞ ബജറ്റ് സാമ്പത്തിക അധികാരങ്ങളുടെ പങ്കുവയ്ക്കലിൽ കേന്ദ്രത്തിലെ ഗവൺമെൻറ്, ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഹിന്ദുത്വ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് സംസ്ഥാനങ്ങളോട് ഫെഡറൽ തത്വങ്ങളോട് കാണിക്കുന്ന ഏറ്റവും നീചമായ അവഗണനകൾ തെളിവാണ് മിനിഞ്ഞാന്ന് നമ്മൾ കേട്ട ബജറ്റെന്ന് പറഞ്ഞേ മതിയാകും. ആ ബജറ്റ് എത്ര നിഷ്ഠുരമായിട്ടാണ് കേരളത്തെ മറന്നു കളഞ്ഞത്. അവർക്കറിയില്ല ഇവിടെ ഇപ്രകാരം ഒരു സംസ്ഥാനമുണ്ടെന്ന്. നമുക്കൊന്നുമേ ഇല്ലല്ലോ. എയിംസ് ഇല്ല, ഞാനതൊന്നും നീണ്ട പട്ടിക പറയുന്നില്ല. പക്ഷേ ആ വയനാടെന്ന വാക്കറിയില്ലേ ഗവൺമെൻറ്റിന്? അറിയില്ലേ? ആ വയനാടിൻ്റെ പുനർജീവനത്തിന് വേണ്ടി തരാമെന്ന് പറഞ്ഞ ഒരു വാഗ്ദാനം, അത് കൃത്യസംഖ്യ പറഞ്ഞില്ലെങ്കിലും വാഗ്ദാനം ഉണ്ടായിരുന്നു. എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് മോദി മടങ്ങിപ്പോയത്. എന്ത് ചെയ്തു നരേന്ദ്രമോദി? ഈ ബജറ്റ് വയനാടിനോട് മാത്രമല്ല, വിഴിഞ്ഞമടക്കമുള്ള കേരളത്തിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുണ്ട്. ആ ഗ്യാപ്പ് ഫണ്ട് ഔദാര്യമല്ല. ഈ വൻകിട പദ്ധതിയുടെ മുന്നോട്ട് പോക്കിന് വരാവുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാകാം വയബിലിറ്റിയിൽ. അത് നികത്താൻ വേണ്ടി ഒരു പങ്ക് വഹിക്കാൻ കേന്ദ്രം ബാധ്യസ്ഥമാണ്. ഇപ്പം ഉണ്ടാട്ടമില്ല. ആ കാര്യം വിഴിഞ്ഞത്ത് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് വയനാടിനെ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ഭാഗമായി കാണാൻ കൂട്ടാക്കാത്ത ഗവൺമെൻറ്റാണ്. ഈ ബജറ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അർത്ഥങ്ങളെയും ആഴങ്ങളെയും നോക്കി പല്ലിളിച്ച് കാണിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നാം കേട്ടു. മിനിഞ്ഞാന്ന് ഒരു മന്ത്രി പറഞ്ഞു, കേന്ദ്രം ഭരിക്കുന്ന മന്ത്രി പറയുകയാണ്, നിങ്ങൾ സമ്മതിക്കുക, നിങ്ങൾ പിന്നോക്കമാണ്. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം, സമ്മതിക്കാമോ? ആരോഗ്യത്തിൽ പിന്നോക്കം, സമ്മതിക്കാമോ? സാമൂഹികക്ഷേമത്തിൽ പിന്നോക്കം, സമ്മതിക്കാമോ? നമ്മുടെ മറുപടി മനസ്സില്ല എന്നാണ്. മനസ്സില്ല. നാം മുമ്പിലാണ്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും സാമൂഹികക്ഷേമത്തിലും എല്ലാം നാം മുമ്പിലാണ്. ആ അവസ്ഥ ഉണ്ടായത് വെറുതെയല്ല, ദാനമല്ല, നമ്മുടെ പോരാട്ടമാണ്, നമ്മുടെ വിയർപ്പാണ്, നമ്മുടെ ചോരയാണ്, നമ്മുടെ ത്യാഗമാണ് ഈ നേട്ടം ഓരോന്നും. ഇപ്പോൾ പറയുന്നു, ആ നേട്ടം നിങ്ങൾ കുഴിച്ചു മൂടിയാൽ, അതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരാളിൻ്റെയും അപ്പൂപ്പൻ്റെ വകയല്ല ഇന്ത്യ. ഇന്ത്യൻ സമ്പത്ത് ഒരു മന്ത്രിയുടെയോ ഒരു പാർട്ടിയുടെയോ ഒരു വലിയ പ്രൈം മിനിസ്റ്ററുടെയോ സ്വന്തമല്ല. ഈ നാടിൻ്റെതാണ് സമ്പത്ത് മുഴുവൻ. അത് പങ്കുവയ്ക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ പാലിക്കണം. അത് പാലിക്കാതെ കുറേ മന്ത്രിമാർ, എട്ടും പൊട്ടും അറിയാത്തവർ ഇറങ്ങി വന്നിട്ട് ജനങ്ങളെ അവഹേളിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ കേരളത്തിന് കടുത്ത വാക്ക് പറയേണ്ടി വരും. ഞാനത് പറയുന്നില്ല. നമ്മൾ സുരേഷ് ഗോപിയാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എത്ര നീചമായ ഭാഷയാണത്. ജോർജ് കുര്യൻ പൊതുവിൽ സൗമ്യമായ ശാന്തമായി കാര്യം പറയുന്ന മന്ത്രിയായിട്ടാണ് നമ്മളെല്ലാം ഇതുവരെ കേട്ടത്. ആ മനുഷ്യൻ പറയുകയാണ്, ഇവിടെ എല്ലാം നിങ്ങൾ പിന്നോക്കമാണെന്ന് ഏത്തമിട്ട് പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാമെന്ന്. ഇതാണ് അർത്ഥപൂർണമായ
കേന്ദ്ര സംസ്ഥാന ബന്ധം? ഇതാണോ സർക്കാരിലെ കമ്മീഷൻ്റെ വാദം? അല്ലല്ലോ. എല്ലാ രംഗത്തുമുള്ള ഈ പിടുത്തം, ആ പിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മന്ത്രി പറയുന്നത്. വേറൊരു മന്ത്രി ഗോത്ര വകുപ്പ് ഏൽപ്പിക്കേണ്ടത് ബ്രാഹ്മണനെയാകണം. ഇതേ മന്ത്രി ബ്രാഹ്മണനാകാൻ എനിക്ക് ഇജ്ജമ്പത്തിൽ പറ്റിയില്ല, ഇനി ജനിക്കുമ്പോഴെങ്കിലും ബ്രാഹ്മണനായെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്രിയാണെന്ന് പറഞ്ഞ ആളാണ് ഈ മന്ത്രി. അദ്ദേഹം പറയുകയാണ്, ഗോത്രവകുപ്പിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടണമെങ്കിൽ അത് ബ്രാഹ്മണനെ ഏൽപ്പിക്കണമെന്ന്. ഇത്രയും വലിയ ഭരണഘടനാവിരുദ്ധ പ്രസ്താവന, ഗോത്ര വിഭാഗത്തെയും ഭരണഘടനയെയും എല്ലാം നോക്കി അവഹേളിക്കുന്ന ഈ പ്രസ്താവന ചെയ്യാൻ BJPയിലെ മന്ത്രിമാർക്കേ പറ്റൂ. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്നില്ല. പുതിയ മന്ദിരമുണ്ടായി പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന സമയത്ത്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഞാനും ഒരു MP ആയിരുന്നു, അവിടെ ഞാനും ഉണ്ടായിരുന്നു. അവിടെ സന്യാസമരെല്ലാം ഉണ്ടായിരുന്നു, പ്രാർത്ഥനയും പൂജയും ഒക്കെ ഉണ്ടായിരുന്നു. മുഖ്യ പൂജാരിയുടെ പേര് അവിടെയും നരേന്ദ്രമോദി എന്നായിരുന്നു. പക്ഷെ അത്രയും വലിയ ആർഭാടകരമായ ആ പൂജാവേളയിലും ഉദ്ഘാടന വേളയിലോ ഒന്നും ഒരാളെ കണ്ടില്ല, രാഷ്ട്രപതിയെ കണ്ടില്ല. അതുപോലെ തന്നെയാണ് കൊട്ടും ഘോഷവുമായി ആർഭാടവുമായി നടത്തിയ വേറൊരു ഉദ്ഘാടനം നടന്നു. അവിടെ പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ. അവിടെയും ഈ പറയുന്ന രാഷ്ട്രത്തിൻ്റെ, സെക്കുലർ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു മതപരമായ ചടങ്ങിൻ്റെ അമ്പലത്തിൻ്റെ മുഖ്യ പൂജാരിയായി അവിടെ നമ്മൾ കണ്ടു. പൂജാരിമാർ മാറി നിന്നു, പ്രധാനമന്ത്രി പൂജാരിയായി. ഈ കാഴ്ചയും ഇന്ത്യ കണ്ടു. അവിടെയും പക്ഷേ ദ്രൗപദി മുർമുവിനെ കണ്ടില്ല, രാഷ്ട്രപതിയെ കണ്ടില്ല. ഇപ്പോൾ നാം ചോദിക്കുന്നു, എന്താണ് കാരണം? ദ്രൗപദി മുർമു ആദിവാസിയാണ്, അതാണ് ഒഴിവാക്കിയത്. ദ്രൗപദി മുർമു സ്ത്രീയാണ്, അതാണ് ഒഴിവാക്കിയത്. ദ്രൗപദി മുർമു വിധവയാണ്, അതാണോ അയോഗ്യത എന്ന് വേണം ഇപ്പോൾ കാണാൻ. ആ പാർട്ടിയാണ്, അതിൻ്റെ മന്ത്രിയാണ് പറയുന്നത് എല്ലാം ബ്രാഹ്മണരെ ഏൽപ്പിക്കാൻ. ഇത് ചാതുർവർണ്ണത്തെ തിരിച്ചു വിളിക്കലാണ്. അതിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളെയും അവർ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുകയാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതിലെവിടെയും ആദിവാസിയില്ല, ദളിതനില്ല. അവരുടെ സ്ഥാനം പിന്നെയും താഴെയാണ്. അതിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ പറയുന്ന കോർപ്പറേറ്റ് ഹിന്ദുത്വ രാഷ്ട്രീയം ശ്രമിക്കുന്നത്. ഇതെല്ലാ തരത്തിലുമുള്ള പിന്തിരിപ്പൻ നീക്കത്തിൻ്റെ പടപ്പുറപ്പാടാണ്. അതിനു മുമ്പിൽ കേരളത്തിന് വ്യത്യസ്തമായ വേറിട്ട പങ്ക് വഹിക്കാനുണ്ട്. ഇന്ത്യ ഈ ഒഴുക്കിൽപ്പെട്ട് പോകാൻ പാടില്ല. ഈ പ്രവാഹത്തിൽപ്പെട്ടു പോയാൽ നാം നേടിയ നേട്ടങ്ങളെല്ലാം കുഴിച്ചു മൂടപ്പെടും. അതുകൊണ്ട് ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല, കേരളത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യക്ക് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി, ദേശീയ ഐക്യത്തിന് വേണ്ടി, അർത്ഥപൂർണമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് വേണ്ടി നാം നടത്തേണ്ടുന്ന പോരാട്ടങ്ങൾക്കുള്ള സാമ്പത്തിക മാനങ്ങളുടെ ദാർശനികമായ വശമാണ് പ്രഭാത് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അടുത്തതായി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി കേരള കോൺഗ്രസ് എം കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ ജയരാജ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലേറെ ബഹുമാന്യരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, CPIMൻ്റെ കേരള സ്റ്റേറ്റ് കോൺഫറൻസിൻ്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ ഈ സെമിനാറിൽ
നമ്മളോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രഗത്ഭനായ എക്കോണമിസ്റ്റ് പ്രൊഫസർ പ്രഭാത് പട്നായിക് ഉൾപ്പെടെ ഇതിൻ്റെ മോഡറേറ്റർ കൂടിയായ ആദരണീയനായ ഡോക്ടർ KN ഹരിലാൽ ഉൾപ്പെടെ നമ്മുടെ സെമിനാറിൻ്റെ കൺവീനർ ശ്രീ ജയമോഹൻ, വേദിയിൽ നിന്ന് സംസാരിച്ച് നമ്മളോടൊപ്പം വേദി പങ്കിട്ട ആദരണീയനായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സഖാവ് ബിനോയ് വിശ്വവറുകൾ, അതോടൊപ്പം തന്നെ KSFയുടെ ചെയർമാൻ കൂടിയായ സഖാവ് K വരദരാജൻ അവറുകൾ, ഡോക്ടർ നിത്യ, ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റേറെ പ്രിയപ്പെട്ടവരെ, വർത്തമാനകാലത്തെ ഏറ്റവും പ്രസക്തമായൊരു വിഷയം. ഒരുപക്ഷെ നമ്മൾ പല വീക്ഷണത്തിലൂടെ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പോഴും വളരെയേറെ സജീവമായൊരു വിഷയത്തിൽ ഇത്തരമൊരു വേദി ഇത്രയും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചടങ്ങിൽ ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സത്യത്തിൽ ഈ ഫെഡറലിസം എന്ന വാക്ക് വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആ ഒരു രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇത്തരമൊരാശയം വന്നെങ്കിലും പിന്നീട് എനിക്ക് തോന്നുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണഘടനാ രൂപവൽക്കരണത്തിൻ്റെ ഘട്ടത്തിൽ അത് ഫെഡറലിസം എന്നുള്ളതിന് പകരം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാക്കി മാറ്റി. അത് വളരെ ബോധപൂർവമായി ചെയ്തൊരു കാര്യമാണ്. ഇന്ത്യ ഒരു വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. ആ ഒരർത്ഥത്തിൽ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും വൈവിധ്യങ്ങളെയും അതിൻ്റെ വ്യത്യസ്തതകളെയും ജൈവപരമായ പ്രത്യേകതകളെയും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു രാജ്യമെന്നുള്ള വലിയൊരു കൺസെപ്റ്റാണ് സത്യത്തിൽ അന്ന് രൂപവൽക്കരിച്ചത്. മാത്രമല്ല ഭരണഘടനയുടെ ഓരോ വ്യവസ്ഥയിലും വകുപ്പുകളിലും യഥാർത്ഥത്തിൽ കൃത്യമായ ഈ അധികാര നിർവചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും വിശദമായി പോകേണ്ട കാര്യമില്ല. ഭരണഘടനാ ശില്പികൾ വളരെ കൃത്യമായി ചെയ്ത ഈ കാര്യത്തിൽ പിന്നീട് ഇങ്ങോട്ട് വന്ന ഭരണാധികാരികളുടെ ഓരോ കാലഘട്ടത്തിലും അതിനെ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായൊരു വിഷയം. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഈ ഭരണഘടനയുടെ പ്രശ്നമല്ല, ഭരണഘടന കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവരുടെ സുതാര്യതയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചതിൻ്റെ കാരണം അതാണ്. ഇവിടെ വിശദമായി തന്നെ ഇതിൻ്റെ രണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടന്നെങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമുക്ക് നമ്മുടെ ഭരണഘടനയിലെ ഈ 368 വകുപ്പ് അത് കേന്ദ്രത്തിന് ഈ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളാണ്. ഏതാണ്ട് 128ഓളം ഭേദഗതികൾ നടന്നിട്ടുള്ളതിൽ ഈ സംസ്ഥാനവുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുള്ള ഭേദഗതികളിൽ 40 മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ ഭേദഗതികളും കേന്ദ്രത്തിൻ്റെ അധികാരത്തിലേക്ക് നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നൊരവസ്ഥയായിരുന്നു. ഫെഡറലിസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി നേരിടുന്നത് ഈ ഭരണഘടനാ ഭേദഗതിയിൽ പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് കാര്യമായ പങ്കില്ലാതെ വരികയോ അവരുമായി കൺസൾട്ട് ചെയ്യാനോ തയ്യാറാകാതെ പോകുന്നതാണ്. ചുരുക്കത്തിൽ നിയമനിർമ്മാണ സഭകളെ പലപ്പോഴും നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് ഭരണഘടനാ ഭേദഗതികൾക്കുള്ള ഒരു സാധ്യത യഥാർത്ഥത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ ഫെഡറലിസത്തിന് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളൊന്നാണ് എന്നുള്ള കാര്യം സംശയമില്ല. മാത്രമല്ല നമ്മുടെ 254 വകുപ്പും പ്രകാരം കേന്ദ്ര നിയമങ്ങളും സംസ്ഥാന നിയമങ്ങളും ഉണ്ടാകുമ്പോൾ ആ വകുപ്പ് പ്രകാരം പറയുന്ന കാര്യം കേന്ദ്ര നിയമം നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോഴും കേന്ദ്രത്തിൻ്റെ അപ്രമാദിത്യം സ്വാഭാവികമായി തന്നെ ആ നിയമനിർമ്മാണത്തിനകത്ത് നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 248 വകുപ്പ് നമുക്കറിയാം, പ്രതിപാദിച്ചിട്ടില്ലാത്ത ഏത് വിഷയത്തിലും നിയമനിർമ്മാണം ഉണ്ടാക്കാനുള്ള അധികാരം സ്വാഭാവികമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് നിക്ഷിപ്തമാണ്. ഈ അധികാരം വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അതോടൊപ്പം തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ലേബർ കോഡ് ഉൾപ്പെടെ നടപ്പാക്കാൻ
കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 242 വകുപ്പിനെ വളരെ കൃത്യമായി തന്നെ അവർക്ക് അനുകൂലമായി നിർവചിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 356 വകുപ്പാണ്. അത് രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ രാഷ്ട്രപതി ഭരണത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കേണ്ടതായ 356 വകുപ്പ് പല ഘട്ടങ്ങളായിട്ട് അത് ഓരോ ഗവൺമെൻറ് കാലത്തും, ഈ ഗവൺമെൻറ് മാത്രമല്ല കാലാകാലങ്ങളിൽ കേന്ദ്രം ഭരിച്ച ഗവൺമെൻറ്റുകളുടെ എല്ലാ കാലത്തും ഇത് വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. 1951 പഞ്ചാബിൽ തുടങ്ങി 2025 പുതുശ്ശേരി വരെയുള്ള ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഈ ഇടപെടൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനെ എത്രമാത്രം അതിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ പുറത്ത് പലപ്പോഴും ഉണ്ടാകുന്ന കേന്ദ്രത്തിൻ്റെ വല്ലാത്ത നിയന്ത്രണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമായിരുന്നു ഭരണഘടനാ പദവികൾ. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഗവർണർ പദവി നമ്മുടെ വിവിധ സ്റ്റേറ്റുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ സംസ്ഥാനം രൂപീകരിച്ച ഘട്ടത്തിൽ ഒരുപക്ഷേ യൂണിയനോട് ചേരാൻ മടിച്ചെന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. സ്വാഭാവികമായി തന്നെ കേന്ദ്ര നിരീക്ഷണത്തിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി യൂണിയൻ നിലനിർത്തുക എന്നുള്ള ആവശ്യത്തിന് ഇത്തരം ഒരു കേന്ദ്രത്തിൽ നിരീക്ഷണവും സംവിധാനവും ആവശ്യമുണ്ടായിരുന്ന കാലത്ത് കൊണ്ടുവന്ന ഗവർണർ പദവി പിന്നീട് വളരെ ബോധപൂർവമായി അല്ലെങ്കിൽ ഓരോ കേന്ദ്ര ഗവൺമെൻറ്റുകളും അവരുടെ അവകാശങ്ങൾ സംസ്ഥാനങ്ങളിലെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഭരണഘടനാ പദവിയാക്കി അതിനെ മാറ്റിയെടുത്തതിൻ്റെ ഫലങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത് കോടതിയിൽ വരെ പോകേണ്ടി വരികയും സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ പോലും അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഏറ്റവും എളുപ്പത്തിൽ എന്നുള്ളൊരു പ്രയോഗമാണ്. ഏറ്റവും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ കൃത്യമായൊരു മാനദണ്ഡമോ സമയമോ നൽകിയിട്ടില്ല എന്നതുകൊണ്ട് ഗവർണർമാർക്ക് നമ്മുടെ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ എത്ര കാലം വേണമെങ്കിലും കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ലൂപ്പ് ഹോൾ യഥാർത്ഥത്തിൽ ഇതിനകത്തുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. ഇത്തരം ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ അമിതമായ അധികാരങ്ങൾ സംസ്ഥാനങ്ങളുടെ മേൽ ചുമത്താനുള്ള ഭരണഘടനയിൽ സൂചിപ്പിക്കുന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അവർക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നു നടക്കുന്ന നടപടികൾ കാലങ്ങളായി തുടരുന്നു എന്നുള്ളത് നമ്മുടെ ഫെഡറലിസം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളും ഈ പറഞ്ഞ നമ്മുടെ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പരസ്പരമുള്ള സമന്വയത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ധാരണകളിലൂടെ മുമ്പോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിന് പലപ്പോഴും ഘടകവിരുദ്ധമായ നിലപാട് എടുക്കുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊളിറ്റിക്സ് ആണെന്ന് നമുക്കറിയാം. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന രണ്ട് ഗവൺമെൻറ്റുകളാണെങ്കിൽ സ്വാഭാവികമായി തന്നെ നിലപാടെടുക്കുകയാണ്. ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫിസ്ക്കൽ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക അധികാരങ്ങളുടെ മേൽ അതേറ്റവും ഒരുപക്ഷെ ഇത്രയും പ്രബലമായത് ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം വളരെ ബോധപൂർവമായി ഈ കാര്യത്തിൽ കാണിക്കുന്ന വളരെ തന്ത്രപരമായി അവർ നടത്തുന്ന നടപടികൾ. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമല്ല. ആദ്യം വളരെ കൃത്യമായി ഏകീകൃത നികുതി സമ്പ്രദായം GST കൊണ്ടുവന്നുകൊണ്ട് ധനാഗമ മാർഗങ്ങളെ മഹാഭൂരിപക്ഷവും കൈവശം ഒതുക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് വന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടെ സൂചിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായി തന്നെ ഈ സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതായ ആ സംവിധാനത്തിൽ ഡിവിസബിൾ പൂളിൽ അതിനകത്തെ മാനദണ്ഡങ്ങളിൽ അവർക്ക് അനുകൂലമായ മാറ്റങ്ങളുണ്ടാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നമ്മുടെ നികുതി അവരുടെ കേന്ദ്രത്തിൻ്റെ കയ്യിലെത്തുകയും അത് തിരികെ നൽകുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായി തന്നെ സെസ്സും സർചാർജും അതിൻ്റെ പരിധിയിൽ ഒഴിവാക്കപ്പെടുകയും ഇന്ന് നികുതി ഏർപ്പെടുത്തുന്നതിന് പകരം വളരെ ബോധപൂർവമായി ഏർപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളും സർചാർജും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മറ്റ് സംവിധാനത്തിലൂടെ കേന്ദ്രത്തിൻ്റെ പൂളിലേക്ക് മാത്രമായി നിലനിർത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കാതിരിക്കുന്ന ഒരവസ്ഥ വളരെ ഗൗരവമായൊരവസ്ഥ. ഇവിടെയാണ് ആദ്യത്തെ ഫിസ്ക്കൽ ഫെഡറലിസത്തിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള കാര്യം സംശയമില്ല. മാത്രമല്ല ഇത് രണ്ടാമത്തെ വിഷയം നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയാണ്, എങ്കിലും അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ധനകാര്യ കമ്മീഷനുകൾ
ഫിനാൻസ് കമ്മീഷനുകളെ കാലാകാലങ്ങൾ ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കേണ്ട സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വിലയിരുത്താനും സംസ്ഥാനങ്ങൾക്ക് നികുതിയുടെ വിഭവം കൈമാറ്റം ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ഒക്കെ തന്നെയുള്ള നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ചട്ടകമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാനങ്ങളുമായി യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അനൗപചാരികമായ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഫിനാൻസ് കമ്മീഷനുകൾ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു പോകും. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേരത്തെ കിട്ടിയ 41% കേന്ദ്ര വിഹിതത്തിൽ നിന്ന് അവസാനം വന്നപ്പോൾ അത് 29% കുറയാനുണ്ടായ സംസ്ഥാനങ്ങൾക്ക് വീതം കുറഞ്ഞു വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ പോലും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ ഒരു പ്രശ്നം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി ഫിനാൻസ് കമ്മീഷൻ ഒരിക്കൽ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കുമ്പോൾ സംസ്ഥാനങ്ങളുമായി ഒരിക്കൽ പോലും കൺസിഡർ ചെയ്യാറില്ല. ഈ പ്രാവശ്യം വന്നു, നമ്മുടെ എല്ലാവരും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞു, നമ്മൾ കൊടുത്തു. എന്നപോലെ അപ്പുറത്തേക്ക് കാര്യമായ ചർച്ചകളോ കാര്യങ്ങളോ സംസ്ഥാനവുമായി ഇല്ല എന്നുള്ളതാണ് ഫിനാൻസ് കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏറ്റവും അടുത്ത ഉദാഹരണമായിരുന്നു 15 ഭരണകാര്യ കമ്മീഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന വിഹിതം 42% നിന്ന് 41%. കേരളത്തിന് മാത്രം 11,000 കോടി രൂപയുടെ നഷ്ടമാണ് ഏകദേശം ആ ഒരൊറ്റ കാര്യത്തിലുണ്ടായതെന്നുള്ളത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല അതോടൊപ്പം തന്നെയാണ് സെസ്സിൻ്റെയും സർചാർജിൻ്റെയും കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. വളരെ ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം, സത്യത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ അവർക്ക് നികുതിയേതര വരുമാനങ്ങൾ വേറെ കിട്ടാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള നമുക്ക് റിസർവ് ബാങ്കിൻ്റെ ലാഭം, അതോടൊപ്പം തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതായി കിട്ടുന്ന പണം, ഇതുകൂടാതെ നാഷണൽ ഹൈവേയിലെ ടോൾ ഉൾപ്പെടെ അവരുടെ വരുമാനത്തിൻ്റെ ഭാഗമാണ്. ഈ ടോളിൽ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മളേതാണ്ട് 5,000-ൽ പരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയപാത NHൻ്റെ ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് പണം ചെലവഴിച്ചത്. പക്ഷേ ടോൾ പിരിക്കുന്ന മുഴുവൻ അവരെയാണ്. ഇത് വയലാറിൻ്റെ മനോഹരമായ മറ്റൊരു കവിതയുണ്ട്, കുഞ്ഞൻ നായർ എന്ന് പറയുന്ന മനോഹരമായൊരു കവിതയുണ്ട്. കാശെല്ലാം പിന്നെ എന്താണ് സമ്പന്നനായ നടത്തുന്നയാളിനും ബാക്കി റോളെല്ലാം ഇദ്ദേഹത്തിനൊന്നുള്ള പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ടോളിൻ്റെ ഒരു അംശം പോലും നമുക്ക് തിരിച്ചു തരുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായൊരു കാര്യമാണ്. ഇവിടെയും ഈ ഒരു നിലപാട് എടുക്കുന്നു. കാരണം നികുതിയേതര വരുമാനത്തിൻ്റെ യാതൊരു പങ്കും നമുക്ക് കിട്ടുന്നില്ല. നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ കാലാകാലങ്ങളിൽ എടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം FRBM ആക്റ്റാണ്. FRBM ആക്ട് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. പക്ഷേ ആ നിയമം കൊണ്ടുവന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ നടപ്പാക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് പോലും ആ കാര്യത്തിൽ നിന്ന് പിന്നോക്കം പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്തതായ ചില ലക്ഷ്യങ്ങൾ, ചില സൂചകങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇതുവരെ ഒരു കാരണവശാലും FRBM ആക്ടിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു അപ്രായോഗികമായൊരു സമീപനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങൾ കടമെടുക്കാനുള്ള എല്ലാ സാധ്യതകളും, പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും ബോധപൂർവ്വം ഇല്ലാതാക്കുന്ന ഒരു നിലപാടുമായി പോയി സംസ്ഥാനത്തെ വല്ലാതെ ഞെക്കിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള മറ്റൊരു കാര്യം, 1-2 കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം ഈ നോൺ ടാക്സ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. വളരെ രസകരമായ ഒരു കാര്യം, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കോർ എന്ന് പറയുന്ന വിഭാഗവും അതോടൊപ്പം തന്നെ നമുക്കറിയാം കോർ ഓഫ് ദ കോർ എന്ന് പറയും, 2 വിഭാഗത്തിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാറുള്ളത്. ഈ കോർ പദ്ധതിയുടെ പ്രത്യേകത നമുക്ക് 90% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും 10% സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ കോർ ഓഫ് ദ കോറിനകത്ത് വന്നപ്പോൾ 40%, 40% സംസ്ഥാനം കണ്ടെത്തണം. അടുത്ത കാലത്തായിട്ടുള്ള കേന്ദ്ര ബഡ്ജറ്റുകളിലെല്ലാം ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, കോർ പദ്ധതികളെക്കാളേറെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നിഷ്കർഷിക്കുന്നത് കോർ ഓഫ് ദ കോർ പദ്ധതികൾ, സംസ്ഥാനങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ബേർഡൻ, സാമ്പത്തിക ബേർഡൻ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ 40% സംസ്ഥാന വിഹിതം കൂടി വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു രീതിയാണ് സമീപകാലത്ത് കണ്ടുവരുന്നത്. ഇപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ബോധപൂർവമായ
ചില ശ്രമങ്ങളാണ്. ഇതിവിടെ മാത്രം കൊണ്ട് ധനകാര്യ മേഖല മാത്രമായിട്ട് അവസാനിക്കുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സഹകരണ മേഖലയിൽ നമ്മുടെ സ്വാഭാവികമായി തന്നെ സഹകരണ മേഖല സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ വളരെ തന്ത്രപരമായി നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ ചില വകുപ്പുകളെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവിടെ നിയമം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഈ സഹകരണ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായിട്ട് ആരംഭിക്കും. ലേബറിൻ്റെ കാര്യത്തിൽ ഇതാണ് ഏറ്റവും അവസാനം കണ്ട കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞൊരു കാര്യമാണ് UGCയുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ നമ്മുടെ നിയമസഭ പാസ്സാക്കിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കേരളത്തിലെ നിയമസഭകളിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പോലും വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസ മേഖലയുടെ അവകാശങ്ങൾ കൂടി പിടിച്ചെടുക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു, ഒരു രാജ്യം ഒരു ഭാഷ എന്നൊക്കെ പറയുന്ന എല്ലാ ഏകീകൃതമായ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരികയും ഒരു കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയാണോ നമ്മൾ നിലനിന്ന നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ വളരെ കൃത്യമായി വളരെ സ്ലോ പോയിസണിങ്ങിലൂടെ വളരെ കൃത്യമായി തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കേന്ദ്രീകൃത സമ്പ്രദായത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതിൻ്റെയൊക്കെ മറ്റ് ചില ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. വളരെ അപകടകരമായൊരവസ്ഥയിലേക്കാണ്. കാരണം സ്വാഭാവികമായി തന്നെ ചെറുത്തുനിൽപ്പിൻ്റേതായ വഴികൾ കണ്ടെത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറയാതിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാടിനെ പോലെ ദുരന്തമുണ്ടായൊരു മേഖലയ്ക്കുള്ള ഒരു പാക്കേജ് പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കാർഷിക മേഖലയോട് കാണിക്കുന്ന അവഗണന കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ റബ്ബർ മേഖല ഉൾപ്പെടെയുള്ള മേഖലയോട് കാണിച്ച അതിനോടൊപ്പം ഈ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് രണ്ട് മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. ഒന്ന് പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട്, ഒന്ന് അതോടൊപ്പം തന്നെയാണ് ധാന്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുകയും റബ്ബർ ഉൾപ്പെടെയുള്ള മേഖലകളെ അവഗണിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല കാർഷിക മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിവെച്ചിരിക്കുന്ന തുകയുടെ കാര്യത്തിൽ കുറവുണ്ടായിട്ടുള്ളതെന്നുള്ളതും പറയാതിരിക്കാൻ കഴിയില്ല. ഇതോടൊപ്പം തന്നെയാണ് സബ്സിഡി, കാർഷിക വായ്പയുടെ ഹ്രസ്വകാല സബ്സിഡി ഉൾപ്പെടെയുള്ള സബ്സിഡികൾ നിർത്തലാക്കിക്കൊണ്ട് കാർഷിക മേഖലയെ പിന്തള്ളുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ തന്നെ ഫെർട്ടിലൈസർ സബ്സിഡി ഏതാണ്ട് 3411 കോടി രൂപ ഈ ബഡ്ജറ്റിൽ കുറവാണ്. ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് കുറവാണ്. ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയ്ക്ക് വളരെയേറെ അപകടകരമായൊരവസ്ഥയാണ്. ഇതോടൊപ്പം തന്നെയാണ് ആസൂത്രണ പ്രക്രിയ. ആ കാര്യത്തിൽ എടുത്തു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളെക്കറിയാം 2017 നീതി ആയോഗ് കൊണ്ടുവന്നുകൊണ്ട് പ്ലാനിംഗ് ബോർഡിനെ ഇല്ലാതാക്കി പഞ്ചവത്സര പദ്ധതികളെ മുഴുവൻ അട്ടിമറിപ്പിച്ച്, കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഈ ലിബറൽ താല്പര്യങ്ങൾ നിലനിർത്താൻ പഞ്ചവത്സര പദ്ധതികളുടെ ദീർഘകാല പദ്ധതികൾ അപകടകരമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അത് നിർത്തലാക്കിയത്. പക്ഷേ ആ കാര്യത്തിൽ കേരള ഗവൺമെൻറ് എടുത്തൊരു നിലപാട് നമ്മൾ ആ പദ്ധതിയുമായി പഞ്ചവത്സര പദ്ധതികളുമായി മുൻപോട്ട് പോകുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ ഒരു ആർജവമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനം കാണിച്ചത്. ഈ ആർജവം മറ്റ് സംസ്ഥാനങ്ങൾ കൂടി കാണിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. GNC കൗൺസിലിലൊക്കെ വരുമ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പൊരുതാൻ പലപ്പോഴും കാണിക്കാത്ത ചില രാഷ്ട്രീയം, സ്വാഭാവികമായി തന്നെ ആ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ യഥാർത്ഥത്തിൽ ശക്തമായ നിലപാടുകളെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഫെഡറൽ സംവിധാനം വല്ലാത്ത തകർച്ചയെയും പ്രതിസന്ധിയെയും നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്ന് പൊരുതേണ്ട ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ഇത്തരം ചർച്ചകൾ അതിന് വഴിതെളിക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചർച്ചയ്ക്കുമെല്ലാം ഈ സെമിനാറിനുമെല്ലാം ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് K. വരദരാജൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷ, പ്രിയപ്പെട്ട മോഡറേറ്റർ, ഇവിടെ ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ പ്രൊഫസർ പ്രഭാത് പട്നായിക്, ശ്രീ ജയരാജൻ, പ്രിയമുള്ള സഹോദരന്മാരെ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി. ഏതാണ്ട് 1967 കോൺഗ്രസിൻ്റെ അധികാര കുത്തക ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞു വന്ന സാഹചര്യത്തിലാണ്
സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തന്നെ ഉയർന്നു വന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ പൊളിച്ചെഴുത്ത് വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായത് 1967 ശേഷമാണ്. സംബന്ധമായിട്ടുള്ള ദീർഘമായ ഇടപെടലുകളും പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളുമെല്ലാം ഇന്ത്യയിൽ നടന്നതിന് ശേഷമാണ് 1983 സർക്കാരിയ കമ്മീഷനെ നിയമിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വരുത്തേണ്ട പൊളിച്ചെഴുത്തിനെ സംബന്ധിച്ച് ശുപാർശ ചെയ്യാനായിരുന്നു സർക്കാരിയ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. 1988 ഏതാണ്ട് 1600 പേജുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും, പ്രത്യേകിച്ചും ഗവർണർമാരുടെ നിയമനം, മറ്റ് ഭരണഘടനാപരമായ മറ്റു കാര്യങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരങ്ങൾ, ഇവയെല്ലാം സംബന്ധിച്ച് ആ റിപ്പോർട്ട് വളരെ വിശദമായ റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടത്. എങ്കിലും 2025 നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും ആ സർക്കാരിയ കമ്മീഷനിൽ മുന്നോട്ട് വെച്ച ശുപാർശകൾ ഒന്നുപോലും ഇന്ത്യയിൽ നടപ്പിലായില്ല എന്നതാണ് വസ്തുത. ഗവർണർമാരുടെ നിയമനത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗവർണറെ ശുപാർശ ചെയ്യേണ്ടത്. സംസ്ഥാന മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയും ലോക്സഭാ സ്പീക്കറും കൂടി ചർച്ച ചെയ്തിട്ടായിരിക്കണം ഒരു ഗവർണറെ നിശ്ചയിക്കേണ്ടത് എന്നതായിരുന്നു സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ. ഞാൻ വളരെ വിശദമായ ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയല്ല. ഇത്തരം ഒട്ടേറെ കാര്യങ്ങൾക്ക് നടന്ന നമ്മുടെ നാട്ടിൽ പിന്നീടാണ് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ എന്നത് സംബന്ധിക്കുന്ന പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. അത് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലം മുതൽ തുടങ്ങിയ പ്രശ്നം പിന്നീട് കൂടുതൽ വഷളാവുകയും BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, അതിൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ വളരെയേറെ സംസ്ഥാനങ്ങളെ പ്രതിക്കൂട്ടിലാക്കുക, പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹാരം കാണുക എന്നുള്ളത് അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്താൽ മാത്രമേ കഴിയൂ. സർക്കാരിയ കമ്മീഷനെ നിയമിച്ചതുപോലെയുള്ള എന്തെങ്കിലും സംവിധാനം ഇക്കാര്യത്തിൽ അനിവാര്യമാണോ? അതല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളും മുഖ്യ അജണ്ടയായി എടുത്തുകൊണ്ടുള്ള ഒരു ദേശീയ പ്രക്ഷോഭത്തിന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും തയ്യാറാവേണ്ടതുണ്ടോ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മുഖ്യമായ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേവലമായ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, GST തരുന്നില്ല അല്ലെങ്കിൽ കേന്ദ്രവിഹിതം തരുന്നില്ല എന്നുള്ളതിനപ്പുറത്തായി ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം ജനങ്ങളെ പഠിപ്പിക്കുകയും ജനങ്ങളെ അതിനെതിരായി അണിനിരത്തുകയും ചെയ്യുക എന്ന മുഖ്യമായ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനാകുമോ എന്നത് ഇത്തരം ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ടതും, നമ്മുടെ പ്രത്യേകിച്ചും CPIM-നെ പോലുള്ള ഒരു പാർട്ടി അതിൻ്റെ പാർട്ടി കോൺഗ്രസ്സിലേക്ക് കടക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണനയോടുകൂടിയിട്ടുള്ള പരിശോധനകളും ചർച്ചകളും ഭാവി പ്രവർത്തനങ്ങളും അനിവാര്യമായിരിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട്, ഈ സെമിനാറിൽ വളരെ ഗൗരവമായ ചർച്ചകളാണ് നടന്നത്. തീർച്ചയായും അത് നമുക്ക് ഭാവി രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രയോജനപ്രദമാവും എന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചർച്ചയെ ക്രോഡീകരിച്ചുകൊണ്ട് CPIM കേരള സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് J. മേഴ്സിക്കുട്ടിയമ്മ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, പാർട്ടിയുടെ 24ാം കോൺഗ്രസ്സിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലം ജില്ലയിൽ നടക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് സെമിനാറുകൾ, നമ്മൾ നിരവധി സെമിനാറുകളാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന സെമിനാർ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ പ്രഭാത് പട്നായിക് സാറ് ഇവിടെ അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ തീർച്ചയായും നമ്മൾ ഇതുവരെ കേട്ടുവന്ന പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, നമ്മൾ എപ്പോഴും കേന്ദ്ര സംസ്ഥാന ബന്ധം പറയുമ്പോൾ സർക്കാരിയ കമ്മീഷൻ തൊട്ട് തുടങ്ങി വിശദീകരിക്കും.
പക്ഷെ ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചത് പുതിയൊരു തരത്തിലാണ്, തീർച്ചയായും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന തരത്തിൽ. അദ്ദേഹം പറഞ്ഞു, നിയോ ലിബറൽ നയങ്ങൾ എങ്ങനെ തകരുന്നു, അവിടെ എങ്ങനെ ഫാസിസം കടന്നു വരുന്നു, അതെങ്ങനെ അധികാര കേന്ദ്രീകരണത്തിലേക്ക് മാറുകയും അതെങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുകയും ചെയ്യുന്നതെന്ന് അദ്ദേഹം ലോക സാഹചര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഇന്ത്യയുടെ സാഹചര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ മനോഹരമായി ആ വിഷയം അവതരിപ്പിച്ചു. അധികാര കേന്ദ്രീകരണം എങ്ങനെ നികുതി ഘടനയിലെത്തി, എങ്ങനെ യൂണിവേഴ്സിറ്റികളുടെ ഭരണത്തിലെത്തി, ഇതിനെ നാം എങ്ങനെ പ്രതിരോധിക്കണം, ഇതിലാണ് അദ്ദേഹം സമപ്പ് ചെയ്തത്. നാം എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്? ജനകീയ പ്രക്ഷോഭങ്ങൾ വഴി മാത്രമേ ഈ അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഫാസിസ്റ്റ് നയത്തെ, ഇന്ത്യയിലെ അതിൻ്റെ പ്രകടിത രൂപമായ ഹിന്ദുത്വ കോർപ്പറേറ്റ് നെക്സസിനെ നമുക്ക് തകർക്കാൻ ബദലെന്നത് ജനകീയ പ്രക്ഷോഭങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ്, ആ ദിശ നമുക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. മറ്റ് നൂലാമലകളിലേക്ക് പോകുകയല്ല, പൊളിറ്റിക്കലായ ഒരു വിഷൻ, എന്താണ് ലോകം നേരിടുന്നത്, എന്താണ് ഇന്ത്യ നേരിടുന്നത്, എങ്ങനെയാണ് നമുക്കതിനെ പ്രതിരോധിക്കേണ്ടത്, വളരെ കൃത്യമായി ഇവിടെ നമ്മളെ ഒന്ന് തട്ടി ഉണർത്തി ഓർമ്മിപ്പിച്ചു എന്നത്, നമ്മളെ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അലേർട്ട് ചെയ്തു എന്നത് തീർച്ചയായും ഈ സെമിനാറിൻ്റെ വലിയ വിജയമായി ഞാൻ കാണുന്നു. ഭാവിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇത് മാർഗദർശകം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇത്തരമൊരു പ്രസംഗത്തിലൂടെ നമ്മളെ ഒന്ന് അലാം ചെയ്ത, നമ്മളെ അങ്ങേറ്റം ജാഗ്രതപ്പെടുത്തിയ പ്രഭാത് സാറിന് തീർച്ചയായും നമ്മുടെ സമ്മേളനത്തിൻ്റെ പേരിൽ വി എക്സ്റ്റെൻഡ് സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു പ്രഭാത് പട്നായിക്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി നമുക്കോട് വന്ന് ഞാൻ അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കോർഡിനേറ്റർ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞതിൻ്റെ സമ്മപ്പ് എന്താണെന്ന് വളരെ ചുരുങ്ങിയ സമയമെടുത്ത് ഇവിടെ പറഞ്ഞു. ആമുഖമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പുതിയതായ പ്രവണതകൾ, 2-3 പ്രവണതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അധികാര കേന്ദ്രീകരണം എങ്ങനെ സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളെ കവർന്നെടുക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ടാണ് ഡോക്ടർ ഹരിലാലും ഇവിടെ വിശദീകരിച്ചത്. അതും നമുക്ക് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും സഹായിച്ചിട്ടുണ്ട് എന്ന കാരണത്താൽ സഹകാരി ഹരിലാലിനെയും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രൊഫസർ ജയരാജ് അദ്ദേഹം വളരെ നന്നായി പഠിച്ച് എന്തൊക്കെ പറയണമെന്ന് ആലോചിച്ച് വളരെ കൃത്യമായി എല്ലാ വിഷയങ്ങളും, പ്രാദേശികമായി നമ്മൾ പറയേണ്ട എല്ലാ വിഷയങ്ങളും അദ്ദേഹം വളരെ കൃത്യമായി ഇവിടെ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിൻ്റെ നിലപാടെങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നു, നമ്മുടെ കാർഷിക മേഖല എങ്ങനെ വെല്ലുവിളി നേരിടുന്നു തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം ഇവിടെ അക്കമിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതിപാദിച്ചു. വളരെ സന്തോഷകരമായ പ്രസംഗത്തിന് നമുക്ക് അദ്ദേഹത്തോടും നന്ദി രേഖപ്പെടുത്താം. നമ്മുടെ വരദരായൻ സാവ് വളരെ കൃത്യമായി അദ്ദേഹവും നമ്മൾ സാധാരണ പറയുന്നത് പോലെ സർക്കാരിയ കമ്മീഷൻ എങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന അധികാരങ്ങളെ ഡിഫൈൻ ചെയ്തത്, ഇപ്പോൾ എങ്ങനെയാണ് അതിനെ തകർത്തുകൊണ്ട് പോകുന്നത് എന്നതടക്കം അദ്ദേഹവും വിശദീകരിച്ചു. തീർച്ചയായും വർത്തമാനകാല പ്രസക്തിയുള്ള ഈ പ്രശ്നം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറയായ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഫാസിസത്തിലേക്ക് നീങ്ങുന്നു. ഇന്ത്യ ലോകമാകെ അതേ ട്രെൻഡിലേക്ക് മാറുന്നു എന്നതാണ് ഈ പ്രസംഗങ്ങളുടെ എല്ലാം രത്നച്ചുരുക്കമായി മാറിയത്. അപ്പോൾ അതിവേഗം ഫാസിസത്തിലേക്ക് മാറുന്ന ലോക രാഷ്ട്രീയവും അതിനനുസൃതമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും തൊഴിലാളി വർഗത്തിൻ്റെ പ്രസക്തി എന്ത്, എങ്ങനെ അതിനെ പ്രതിരോധിക്കണമെന്നത് നമുക്ക് തീർച്ചയായും നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി അത്തരം പോരാട്ടങ്ങൾ മാറേണ്ടതുണ്ട്. മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സെമിനാറിൽ പങ്കെടുത്താം. ആദ്യമൊക്കെ കുറേ ആളുകളുണ്ടായിരുന്നു, ഇപ്പോഴും നമ്മളൊരു 100 പേരിനകത്തായി ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ ഉള്ളവർ അവസാനം വരെ ശ്രദ്ധയോടുകൂടി പ്രശ്നങ്ങളെ കേൾക്കുവാനും അത് ഭാവി പ്രവർത്തനങ്ങളുടെ ഊർജ്ജമാക്കി മാറ്റുവാനും ഇവിടെ അവസാന നിമിഷം വരെ ഇരുന്ന എല്ലാ സുഹൃത്തുക്കളെയും സഹാക്കളെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സെമിനാർ അവസാനിച്ചതായി അറിയിക്കുക. താങ്ക് യു. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സെമിനാർ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി.